اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله حيثما كنتم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉള്ളാളിന്റെ പരിസരത്ത് ഈ വൈജ്ഞാനിക പ്രദർശനം ദ മിറാക്കിൾ എന്ന ശ്രദ്ധേയമായ വൈജ്ഞാനിക പ്രദർശനത്തിന് അത്ഭുതകരമായ അറിവുകൾ സമ്മാനിക്കുന്ന സംസാരങ്ങളിൽ പുതുമയുള്ളതാണെങ്കിലും എടുത്തുകുത്തുകളിൽ ഏറ്റവും പുതുമയുള്ളതാണ് എന്ന് നമുക്ക് തോന്നിയാലും 1400 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വഹയ്യ് പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു ഇറക്കിക്കൊടുത്ത അവന്റെ സംസാരമാണ് ഖുർആനിന്റെ വചനങ്ങളായി ഈ വൈജ്ഞാനിക പ്രദർശനം നടക്കുന്ന ഹാളിൽ മാനവ സമൂഹത്തിന് മാതൃകാപരമായി എഴുതി വച്ചിട്ടുള്ളത്. മനുഷ്യകുലത്തെ, മനുഷ്യവർഗത്തെ ചിന്തനീയമായ ആലോചിക്കുവാൻ വകുപ്പ് നൽകുന്ന, ആത്മവിചിന്തനത്തിന് പ്രചോദനമേകുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഇന്നിന്റെ ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്ര വിദഗ്ധനോ ഒരു ഗവേഷണ വിദഗ്ധനോ എഴുതി ചേർത്ത അക്ഷരങ്ങളോ വാക്കുകളോ വരികളോ അല്ല. ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട ഇരുണ്ട യുഗമെന്ന് പേരിട്ട് വിളിച്ച ജാഹിലിയത്ത് എന്ന അറബി ഭാഷയിൽ പറയുന്ന വിജ്ഞാനവും ജ്ഞാനവും അറിവുമൊന്നും അതിൻ്റെതായ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കാൻ അവസരങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പേര് പോലും സ്വന്തം ഭാഷയിൽ എഴുതാൻ അറിയാത്ത പൂർണ്ണ നിരക്ഷരനായ, മക്കയിൽ ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മകനായി ജനിച്ചു വർഷങ്ങൾ തന്നോടൊപ്പം ചെലവഴിക്കാൻ ഉമ്മയെ ലഭ്യമാവാതെ 6-ാമത്തെ വയസ്സിൽ മാതാവ് പിരിഞ്ഞുപോയ അള്ളാഹു തിരിച്ചു വിളിച്ച പൂർണ്ണ അനാഥനായി വളർന്നു വലുതാകുന്ന പൂർണ്ണ നിരക്ഷരനായ എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെയാണ് അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ ലോകം കേൾക്കുന്നത്. ഈ പ്രദർശനത്തിന്റെ പേര് തന്നെ ദ മിറാക്കിൾ എന്ന് പറയുമ്പോൾ
അതൊരു അത്ഭുതത്തെ കുറിക്കുന്ന വചനമാണ്. അതൊരു കൗതുകത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. അതൊരാശ്ചര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന പദപ്രയോഗമാണ്. ഈ കൗതുകത്തെയും അത്ഭുതത്തെയും ആശ്ചര്യത്തെയും സൂചിപ്പിക്കുന്നത് വഴി മനുഷ്യരെ അത്ഭുതകരമായ, ആശ്ചര്യപരമായ, കൗതുകപരമായ ഒരു ചിന്താധാരയിലേക്ക് ക്ഷണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. മാനവികമായ, മാനുഷികമായ, സാമൂഹ്യപരമായ മര്യാദകളെ പാലിച്ചും അനുവർത്തിച്ചും ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രാക്ടിക്കൽ തലങ്ങളിൽ കൊണ്ടുവന്ന് ഒരു നല്ല മനുഷ്യനായി എങ്ങനെ ജീവിക്കാമെന്ന് മാനവ കുലത്തെ പഠിപ്പിക്കുന്ന മഹനീയമായ, തെറ്റുകൾ സംഭവിക്കാത്ത, അബദ്ധങ്ങൾ സംഭവിക്കാത്ത, മനുഷ്യ കൈകടത്തലുകൾ നടന്നിട്ടില്ല എന്ന് ഉറപ്പു പറയാവുന്ന, ആർക്കു മുമ്പിലും ഇത് തുറന്നു വെക്കാവുന്ന നീതിപൂർവമായ, സുതാര്യമായ, സുവ്യക്തമായ, തെളിച്ചമുള്ള, വെളിച്ചമുള്ള, സത്യസന്ധമായ അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ. 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് 2-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോ അല്ലാഹു തആല പറഞ്ഞു, ഹുദൽ ലിന്നാസ്, ഇത് മാനവരാശിക്കുള്ള സന്മാർഗമാണ്. ഏതെങ്കിലും ഒരു സംഘടനക്കോ, ഒരു ഗ്രൂപ്പിനോ, ഒരു വിഭാഗത്തിനോ, ഒരു ഗ്രാമത്തിനോ, ഒരു ടൗണിനോ, ഒരു പട്ടണത്തിനോ, ഒരു സ്റ്റേറ്റിനോ, ഒരു രാജ്യത്തിനോ വീതിച്ചു നൽകുന്ന ഒന്നല്ല. ലോകത്തെവിടെയൊക്കെ മനുഷ്യരുണ്ടോ ആ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള വിമോചനത്തിന്റെ, ആ മനുഷ്യരാശിയുടെ നന്മയുടെ, അവന്റെ ജീവിത പാത വഴിത്താര തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന്റെ വചനാമൃതമാണ് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇത് എല്ലാവർക്കും സന്മാർഗമായി കൊള്ളണമെന്നില്ല. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള സന്മാർഗമാണ് എന്ന് പറയുമ്പോ അല്ലാഹു തആല മറ്റു ചില സ്ഥലങ്ങളിൽ പ്രയോഗിച്ചത് ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സന്മാർഗമാണ്. എന്താണ് തഖ്വ? എന്താണ് സൂക്ഷ്മത? ലോകത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹു തആല ശരിയും തെറ്റും, നന്മയും തിന്മയും, ധർമാധർമ്മവും വേർതിരിച്ച് വിവച്ഛേദിച്ചു പഠിപ്പിച്ചു തരാൻ ലോകത്തിലേക്ക് അല്ലാഹു നിശ്ചയിച്ച പ്രവാചകന്മാർ, ആദ്യത്തെ മനുഷ്യനാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനാകുന്ന റസൂലാകുന്ന നബിയാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും, എല്ലാ റസൂലുകളും, എല്ലാ റസൂലുമാരും, പ്രിയപ്പെട്ടവരെ, ലോകത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ചത് ആദ്യത്തെ റസൂലായി നൂഹ് നബി മുതൽ അവിടുന്ന് ഇങ്ങോട്ട് പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ ഭാരം കൊടുത്തുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച സർവ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാരെ ക്ഷണിച്ചത് ഒരു വെളിച്ചമുള്ള, വക്രതയില്ലാത്ത, വളവില്ലാത്ത, മുസ്തഖീമായ ഒരു പാതയിലേക്കായിരുന്നു. ആ പാത മനുഷ്യരൊരിക്കലും വിശദീകരിച്ചു കൊടുക്കാൻ അവന്റെ ഇഷ്ടപ്രകാരം സാധ്യമല്ല. ഏറെ വിശദീകരിക്കപ്പെടേണ്ട ഭാഗമാണ്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇവിടുത്തെ ഹൈന്ദവനോ ക്രൈസ്തവനോ മുസൽമാനോ അവൻ ഇഷ്ടപ്പെട്ടത് മതമായി അവതരിപ്പിച്ചാൽ തെറ്റു സംഭവിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ചുരുക്കഭാഗം. എന്ത്? ഞാൻ എന്റെ ഇഷ്ടപ്രകാരം, ഇച്ഛപ്രകാരം, താല്പര്യപ്രകാരം ഇതാണ് മതമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മറിച്ച് ഞാൻ മതം പറയേണ്ടത് അള്ളാഹുവിന്റെ ഖുർആൻ വെച്ചുകൊണ്ടാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാകുന്ന തിരുസുന്നത്ത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതത്തെ കുറിക്കുന്ന ഈ പദപ്രയോഗത്തിലൂടെ ആരംഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ഈ പ്രദർശനം, ഈ വൈജ്ഞാനികമായ നിങ്ങളെ ക്ഷണിച്ച ഒരു ജ്ഞാനം നൽകാൻ, അറിവ് നൽകാൻ നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയ ഈ പ്രത്യേകമായ സദസ്സ്, ഇത് പിരിഞ്ഞു പോകുമ്പോ ഖുർആൻ മനുഷ്യർക്ക് മുമ്പിൽ വെക്കുന്ന ചില അത്ഭുതങ്ങളെ ഞാനും നിങ്ങളും വായിക്കേണ്ടതുണ്ട്. അതിലേക്ക് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. മനുഷ്യരെ, നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് ആലോചിക്കുക. കേരളത്തിൽ, മലയാളത്തിൽ സ്രഷ്ടാവിനെ കാതോർക്കുക എന്ന ഒരു ലഘുലേഖ പുറത്തിറങ്ങി, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. സ്രഷ്ടാവിനെ കാതോർക്കുക.
കർണപുടം തന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കാതോർക്കുക, അവനെ പഠിക്കുവാൻ, അവനെ കേൾക്കുവാൻ, അവനെ സ്മരിക്കുവാൻ, അവനെ ഓർക്കുവാൻ, അവനെ പ്രകീർത്തിക്കുവാൻ, അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുവാൻ, അവന് തസ്ബീഹ് അർപ്പിക്കുവാൻ, അവന്റെ മുമ്പിൽ തഹ്ലീൽ പറയാൻ, അവന്റെ മുമ്പിൽ തഹ്മീദ് പറയാൻ, അവനെ പ്രകീർത്തിച്ച് തക്ബീർ ചൊല്ലാൻ നിന്റെ നാവുകൾക്ക് ശക്തി ഉണ്ടാകട്ടെ. അവനെ കേൾക്കാൻ നിന്റെ കർണപുടങ്ങൾക്ക്, നിന്റെ ചെവികൾക്ക് ശക്തി ഉണ്ടാവട്ടെ. അതുകൊണ്ട് സ്രഷ്ടാവിനെ കാതോർക്കുക. ആ ലഘുലേഖ ഓരോരുത്തരുടെ കരങ്ങളിൽ നാം വെച്ചുകൊടുക്കുമ്പോ അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ അത്ഭുതത്തോടുകൂടി നമ്മുടെ ലഘുലേഖ വായിച്ചുകൊണ്ട് അത്ഭുതം കൂറുകയാണ്. അവിടെ മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ച് ചർച്ചാ വിഷയമാക്കുന്നു. അള്ളാഹു തന്ന മഹാത്ഭുതം, ലോകത്തൊരൊറ്റ ജീവജാലങ്ങൾക്കും കൊടുക്കാത്ത മഹാത്ഭുതം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് നീതി, ഏതാണ് അനീതി, ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് വേർതിരിച്ചു പഠിക്കാൻ നാക്കാലികൾക്ക് കഴിവില്ല, പ്രാണികൾക്ക് കഴിവില്ല, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾക്കോ പറവകൾക്കോ കഴിവില്ല. ആ കഴിവ് മനുഷ്യർക്ക് മാത്രമാണുള്ളത്, അല്ലേ? മനുഷ്യരെന്ന് പറയുന്ന നമുക്ക് മാത്രം ശരിയും തെറ്റും പഠിക്കാൻ നമ്മളെല്ലാം അധ്വാനിച്ച് പഠിക്കണം. ഒരു വെള്ളത്തിലിറങ്ങി നീന്താൻ പോലും നമ്മൾ അധ്വാനിച്ച് പഠിക്കണം. മറ്റു ജീവജാലങ്ങൾക്ക് അങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. അവർക്ക് കൂടുകെട്ടാൻ പ്രത്യേകമായ പരിശീലനം ആവശ്യമില്ല. അവരുടെ ജനിതക കോഡിൽ എങ്ങനെ കൂടുകെട്ടണമെന്നത് ഓരോ പക്ഷിക്കും ഓരോ മൃഗത്തിനും അതേ ജനിതക കോഡിൽ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അല്ലാഹു. മനുഷ്യനും അവൻ പഠിക്കണം, അവൻ അന്വേഷിക്കണം, അവൻ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം വിവേചന ശക്തി ഉണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ. അവന്റെ തലച്ചോറിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഓരോ മനുഷ്യന്റെയും ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എന്റെയും നിങ്ങളുടെയും ബ്രെയിൻ എന്ന് പറയുന്ന കയ്യിലെടുക്കാൻ മാത്രം വലിപ്പമുള്ള ആ കൊച്ചു ഭാഗമുണ്ടല്ലോ, അതിൽ മാത്രം 490 കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകളാൽ 490 കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകളാൽ ആവരണം ചെയ്യപ്പെട്ടതാണ് മനുഷ്യൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്ന, അവന്റെ അടിമയാകുന്ന മനുഷ്യന്റെ ഒരൊറ്റ മനുഷ്യന്റെ തലച്ചോറിലെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഞരമ്പിന്റെ നീളം 490 കിലോമീറ്റർ ആണ്. ചിന്തിച്ചു നിങ്ങൾ, ആലോചിച്ചു നോക്കൂ നിങ്ങളെ. തല മുതൽ കാല് വരെ നീണ്ടു കിടക്കുന്ന മനുഷ്യ ശരീരത്തിലെ രക്തക്കൊയിലുകളുടെ ഞരമ്പുകളുടെ നീളം ശാസ്ത്രലോകം ലോകത്തോട് പറയുകയാണ് 96,560 കിലോമീറ്റർ. എത്ര? 96,560 കിലോമീറ്റർ നീളമുണ്ടത്രേ ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കിടക്കുന്ന ഞരമ്പുകൾക്ക് രക്തക്കൊയിലുകളുടെ നീളമെന്ന് ശാസ്ത്ര വിദഗ്ധന്മാർ, വിശ്വഗ്രന്മാർ ലോകത്തെ അറിയിക്കുകയാണ്. മഹാത്ഭുതം. ഈ പ്രദർശനത്തിന്റെ പേര് ഒരു മഹാത്ഭുതമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിനുള്ളിൽ കിടക്കുന്ന കിഡ്നി എന്ന് പറയുന്ന ഒരു അവയവമുണ്ടല്ലോ. എല്ലാ ദിവസവും രക്തത്തെ ഫിൽട്ടർ ചെയ്യുന്ന, രക്തത്തെ അരിച്ചെടുക്കുന്ന, റബ്ബ് തന്ന, വേറൊരാൾക്കും തരാൻ കഴിയാത്ത, പ്രിയപ്പെട്ടവരെ സ്രഷ്ടാവ് തന്ന, അള്ളാഹു തന്ന ഈ കിഡ്നി എന്ന് പറയുന്ന അവയവമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആ അവയവം ഒരു ദിവസം 160-180 ലിറ്റർ രക്തത്തെ ഫിൽട്ടർ ചെയ്യുന്നു എന്ന് ഇതാ വിശ്വഗ്രന്മാർ ലോകത്തെ അറിയിക്കുകയാണ്, ഡോക്ടർമാർ ലോകത്തെ അറിയിക്കുകയാണ്, ചിന്തകന്മാർ ലോകത്തെ അറിയിക്കുകയാണ്, മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കുന്നവർ ലോകത്തെ അറിയിക്കുകയാണ്. ആര് തന്നു? ഒരു ദിവസം 180 ലിറ്റർ രക്തം അരിച്ചെടുത്ത് ഫിൽട്ടർ ചെയ്ത് ശരീരത്തിന് വേണ്ടതുപോലെ നിർവഹിക്കുവാൻ ചെറിയൊരു അവയവമാകുന്ന കിഡ്നി എന്ന് പറയുന്ന അവയവത്തിന് കഴിവ് കൊടുത്തവൻ ആര് എന്ന് ചിന്തിക്കുമ്പോ അതേ സ്രഷ്ടാവിന്റെ വാക്കാണ് ഖുർആൻ. ആ ഖുർആനിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്, അല്ലേ? എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ വയറിനുള്ളിൽ കിടക്കുന്ന ആമാശയം എന്ന് പറയുന്ന ഒരു അവയവമുണ്ടല്ലോ. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ 8 മണിക്കൂർ കൊണ്ട് ദഹിപ്പിക്കാൻ കഴിവുള്ള മാംസാഹാരങ്ങളെയും സസ്യാഹാരങ്ങളെയും ഒക്കെ 8 മണിക്കൂർ കൊണ്ട് ദഹിപ്പിക്കാൻ കഴിവുള്ള മനുഷ്യ ശരീരത്തിനുള്ളിൽ കിടക്കുന്ന ആമാശയം എന്ന് പറയുന്ന ആ സംവിധാനത്തിനുള്ളിൽ ഒരു പ്രത്യേകതരമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണുള്ളത്.
ആ ആസിഡ് പ്രിയപ്പെട്ടവരെ, ഒരു ബ്ലേഡ് അതിലേക്ക് ഇട്ടാൽ ആ ബ്ലേഡിനെ വരെ നശിപ്പിക്കാൻ ശക്തിയുള്ള കഴിവുള്ള ഒരു ആസിഡാണ്. പക്ഷേ മനുഷ്യന്റെ ആമാശയത്തിനുള്ളിൽ അത് വേണ്ടതുപോലെ അള്ളാഹു വെച്ചിട്ടുണ്ട്, ദഹന പ്രക്രിയ ഏറ്റവും ഭംഗിയായി നടക്കാൻ. പക്ഷേ ആ ആസിഡ് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചു. ഓരോ 3 ദിവസവും കൂടുമ്പോ ഓരോ ആണിന്റെയും പെണ്ണിന്റെയും വയറിനുള്ളിൽ ആമാശയത്തിനുള്ളിൽ കിടക്കുന്ന ഒരു പാട അള്ളാഹു 3-ാമത്തെ ദിവസം അതിനെ എടുത്തു മാറ്റി ഒരു പുതിയ പാട നൽകും. വീണ്ടും 3-ാമത്തെ ദിവസം ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം 130 കോടി മനുഷ്യർ, ഇന്ത്യ രാജ്യത്ത് മാത്രം 130 കോടി മനുഷ്യർ. ലോക രാജ്യങ്ങളിൽ 27% വരുന്ന കരഭൂമി എന്ന ശാസ്ത്രലോകം പറയുന്ന 73 അല്ലെങ്കിൽ 71 അത് വെള്ളത്തെ കുറിച്ചാണ് പറയുന്നത്. ശരി, ഈ ഭൂമിയിൽ 29-27% മാത്രമുള്ള കരഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായി അറിയപ്പെടുന്ന 700 ചില്ലാൻ കോടി മനുഷ്യരുടെ ശരീരത്തിലെ ആമാശയത്തിനുള്ളിൽ കിടക്കുന്ന പാട 3 ദിവസത്തിലൊരിക്കൽ ഒരു ഡോക്ടർ അടുത്തും പോവാതെ, ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആവാതെ, പ്രിയപ്പെട്ടവരെ ഒരു റെസ്റ്റും എടുക്കാതെ എന്റെ പാട മാറുന്നു എന്നത് ഞാൻ പോലും അറിയാതെ എന്റെ ആമാശയത്തിനുള്ളിൽ കിടക്കുന്ന ഒരു പ്രത്യേകതരം പാട 3 ദിവസത്തിലൊരിക്കൽ അള്ളാഹു അതിനെ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. പഴയതിനെ എടുത്തു കളഞ്ഞ് പുതിയതിനെ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ 3 ദിവസത്തിലും ആരാണ് ഈ സംവിധാനം ചെയ്യുന്നത്? ലോകത്തിന്റെ സ്രഷ്ടാവായ, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ, അണ്ടഘടാഹങ്ങളുടെ അധിപനായ, സർവ്വതിനെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന, സർവ്വതിന്റെയും കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്ന, എന്റെ കൈ ചലിക്കരുത് എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള, എന്റെ നാവിന് സംസാരശേഷി എടുത്തു മാറ്റി കളയാൻ ശക്തിയുള്ള, എന്റെ കാലിന് നടക്കാനുള്ള ശേഷിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള, എന്റെ വൃക്കകളുടെ പ്രവർത്തനത്തെ സെക്കൻഡുകൾ കൊണ്ട് നിർത്തിവെപ്പിക്കുവാൻ കഴിവുള്ള ലോകത്തിന്റെ സൃഷ്ടാവായ, സങ്കീർണമായ എന്റെ ശരീരത്തിനുള്ളിലെ ഒരു ചെറിയ വാൾവിനെ പോലും അവനാണ് നിയന്ത്രിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവാണ് സർവ്വതിന്റെയും അധികാരം കൈയാളുന്ന ആള് അല്ലേ? അവൻ പറഞ്ഞ ഖുർആനിൽ, അവന്റെ സംസാരമാകുന്ന ഖുർആനിൽ അബദ്ധമുണ്ടാകുമോ? ഓരോ പക്ഷിയുടെയും ചിറകിന്റെ, ശരീരത്തിന്റെ, കാലിന്റെ, കൊക്കിന്റെ, അതിന്റെ ചുണ്ടുകളുടെ മഹാത്ഭുതത്തെ കുറിച്ച് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള പക്ഷികൾ, പറവകൾ, ജീവജന്തു ലോകങ്ങൾ, സസ്യലതാദികൾ, വൃക്ഷങ്ങൾ, പാറിക്കളിക്കുന്ന കൊച്ചു കൊച്ചു പ്രാണികൾ, പറവകൾ, വെള്ളത്തിന്റെ ആടിയിലെ കൂളിയിട്ട് പോകുന്ന മത്സ്യങ്ങൾ, സർവ്വതും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയതാണ് അല്ലാഹ്. മനുഷ്യലോകത്തിന് വേണ്ടി ഒരുക്കിയതാണ്. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു അവൻ. ആര്? അല്ലാഹു. ആ അല്ലാഹുവിന്റെ വചനാമൃതമാകുന്ന ഖുർആനിനെ കുറിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ മഹാത്ഭുതം, ഈ സമ്മേളനത്തിന്റെ പേര് തന്നെ, ഈ സംഗമത്തിന്റെ പേര് തന്നെ, ഈ പ്രദർശനത്തിന്റെ പേര് തന്നെ ആ മഹാത്ഭുതത്തെ കുറിച്ച് കുറിക്കുന്നതാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പലതും നമുക്ക് ചിന്തിക്കുവാനുണ്ട്, പലതും നമുക്ക് ആലോചിക്കുവാനുണ്ട്. ഇന്ന് ലോകം ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ, അള്ളാഹുവിന്റെ ദീനിനെ നേരത്തെ ഇവിടെ ചർച്ചാ വിഷയമാക്കി. ഒരു വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അള്ളാഹുവിന്റെ മതമാകുന്ന ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മതമാകുന്ന അൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രകൃതിയുടെ മതത്തെ തെറ്റിദ്ധാരണയുടെ കണ്ണുകൾ കൊണ്ടാണ് ലോകം നോക്കിക്കാണുന്നത്. പഠിക്കുന്ന, ഗവേഷണം നടത്തുന്ന ബുദ്ധിയുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ മുസ്ലിങ്ങളോട് ചോദിച്ചു പോവുകയാണ്, ഇത്രയും പരിപാവനമായ, ഇത്രയും പരിശുദ്ധമായ, ഇത്രയും ആത്മാർത്ഥമായ, നിഷ്കളങ്കമായ എല്ലാ അറിവുകളും നിങ്ങൾക്ക് പകർന്നു നൽകുന്ന, ജ്ഞാനങ്ങൾ നിങ്ങൾക്ക് നുകർന്നു കിട്ടാൻ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മതം നിങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ നിങ്ങൾ ഇങ്ങനെയായി പോകുന്നത്? ചോദിക്കുന്നു. ആര്? ഇസ്ലാമിനെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന
എന്നാൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പരിശോധിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ സ്രോതസ്സുകൾ സത്യമാണ്, ശരിയാണ് എന്ന് മനസ്സിലാക്കുന്ന, ഇസ്ലാമിനെ ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ ചെയ്തികളും പ്രവൃത്തികളും കണ്ട് ഇസ്ലാമിനെ ദൂരെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അറച്ചു നിന്നു പോകുന്ന ഇന്ത്യ രാജ്യത്തിലെ, ലോകരാജ്യങ്ങളിലെ പല ഉദ്യോഗസ്ഥന്മാരും ചിന്തകന്മാരും ഗവേഷകന്മാരും തത്വചിന്തകന്മാരും ശാസ്ത്രീയ വിദഗ്ധന്മാരും ലോകത്തോട് ചോദിക്കുന്നു, മുസ്ലിങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി പോകുന്നു? ഉത്തരം പറയേണ്ടതാരാ? ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പ്രമാണം ആ ഖുർആനിന്റെ വ്യാഖ്യാനമാകും. തിരുസുന്നത്താകുന്ന എന്ന് പറഞ്ഞ പ്രവാചകന്റെ ജീവിതചര്യയാണ്. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ? ഇല്ല. അവിടെ എന്തെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടോ? ഒരിക്കലുമില്ല. ഖുർആനിൽ എവിടെയെങ്കിലും അബദ്ധമുണ്ടോ? ഒരിക്കലുമില്ല. ഖുർആനിൽ എവിടെയെങ്കിലും കൂട്ടിമുട്ടലുകൾ നടക്കുന്നുണ്ടോ? ഒരിക്കലും സംഭവിച്ചിട്ടേയില്ല, സംഭവിക്കുകയുമില്ല. ഖുർആനിൽ അശാസ്ത്രീയ പദപ്രയോഗമുണ്ടോ? ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു പ്രയോഗം ഖുർആനിലെ 6236 വചനം, 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ, 2 അൽ ബഖറ, 3 ആൽ ഇംറാൻ, 4 അൻ-നിസാ, 5 മാഇദ, 6 അൻആം, 7 അറാഫ്, 8 അൻഫാൽ, 9 തൗബ, 10 യൂനുസ്, 11 ഹൂദ്, അങ്ങനെ 114 അധ്യായം വരെ ഓരോ കുട്ടികളുടെ ചുണ്ടുകളിലും തട്ടിക്കളിക്കുന്ന ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 6236 സെന്റൻസുകൾ, വചനങ്ങൾ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു വരിയിൽ, ഒരക്ഷരത്തിൽ, ഒരു വാക്കിൽ ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത ആർക്കെങ്കിലും ഒരു അബദ്ധം കണ്ടെത്താൻ, ഒരു തെറ്റ് കണ്ടെത്താൻ, ഒരു മിസ്റ്റേക്ക് കണ്ടെത്തുവാൻ, ഒരു നെഗറ്റീവ് കണ്ടെത്തുവാൻ, ഒരു അശാസ്ത്രീയ പദപ്രയോഗം കണ്ടെത്തുവാൻ, ബയോളജിക്കൽ തിയറികൾക്കെതിരായി സംസാരിക്കുന്നു എന്ന് പറയാൻ, ഫിസിക്സിനെതിരായി സംസാരിക്കുന്നു എന്ന് പറയാൻ, മാത്തമാറ്റിക്സിനെതിരായി സംസാരിക്കുന്നു എന്ന് പറയാൻ, ഇല്ല സുഹൃത്തുക്കളെ, കെമിസ്ട്രിക്കെതിരായി സംസാരിക്കുന്നു എന്ന് പറയാൻ ഖുർആനിൽ ഇന്നുവരെ ആർക്കും ഒരു തെറ്റും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇസ്ലാമിന്റെ പ്രമാണത്തിനല്ല പ്രശ്നം. പ്രമാണത്തെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാത്ത മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന മുസ്ലിം നാമധാരികളുടെ ജീവിതത്തിലാണ് പ്രശ്നമുള്ളത്, അല്ലേ? കുറ്റകൃത്യങ്ങളെ പരിശോധിക്കുമ്പോ ഏത് വഞ്ചനകളുടെ, ചതികളുടെ, തോന്നിവാസങ്ങളുടെ, തമ്മാടിത്തരങ്ങളുടെ, ടെററിസത്തിന്റെ പല മുഖങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോ മുസ്ലിം നാമധാരികൾ അവിടെ എത്തിച്ചേരുന്നുവെങ്കിൽ പ്രമാണത്തിനാണോ കുറ്റം? അല്ല. വലിയൊരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നപ്പോ സംഘാടകരിൽപ്പെട്ട ഒരാൾ പറയാണ്, പ്രോഫ്കോണിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു അത്രേ. എന്താ പറഞ്ഞത്? നിങ്ങളുടെ പ്രമാണത്തിന് ഒരു കുഴപ്പവുമില്ല, നിങ്ങളുടെ പ്രമാണത്തിന് ഒരു തകരാറുമില്ല. തകരാറ് പിന്നെ എവിടെയെന്ന് പരിശോധിക്കണം. പഠിപ്പിക്കുന്ന ശൈലിയിലാണോ? പഠിപ്പിക്കുന്നവർക്ക് അറിയാത്തത് കൊണ്ടാണോ? എവിടെയാണ് തകരാറ് എന്ന് പരിശോധിക്കണമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ ഇവിടെ വന്നപ്പോ സംഘാടകരിൽപ്പെട്ട ഒരാൾ എനിക്ക് കൈമാറുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളിൽ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കുവാൻ പ്രിയപ്പെട്ടവരെ വകുപ്പുകളുണ്ട്. ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിൽ ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്ന വേദഗ്രന്ഥം അല്ലേ? വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. മാറി മാറി വരുന്ന രാപ്പകലുകളിൽ, രാത്രിയും പകലും കടന്നു വരുന്നതിൽ ഉറ്റാലോചിക്കുന്നവർക്ക്, ബുദ്ധി കൊടുക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്.
ഇപ്പൊ ഇതാ ഇരുട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചിന്തിക്കുന്ന മുസൽമാന്, ആലോചിക്കുന്ന മുസൽമാന്, അതെ, ഈ രാത്രിയുടെ ഇരുട്ടിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. നേരം പുലരുമ്പോ, സൂര്യനുദിച്ച് നേരം പുലരുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ നേരത്തിന്റെ പുലർച്ചയിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുവാനും ആലോചിക്കുവാനും വകയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് ആലോചിച്ച്, സൂര്യൻ കത്തിജ്വലിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച്, ചന്ദ്രൻ പ്രകാശത്തെ തട്ടി പ്രതിഫലിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച്, നക്ഷത്ര ഗോളമണ്ഡലങ്ങൾ അതിന്റെ ഓർബിറ്റലുകളിലൂടെ കൃത്യമായ സഞ്ചാരപഥം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് വഴി ഒരു മുസൽമാൻ അവന്റെ ഇരുത്തത്തിൽ അള്ളാഹുവിനെ ഓർത്തു പോവുകയാണ്, അവന്റെ നൃത്തത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയാണ്, അവൻ ഡ്രൈവിംഗിൽ അള്ളാഹുവിനെ ഓർക്കുകയാണ്, അവൻ നടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയാണ്, അവൻ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനെ ഓർക്കുകയാണ്, സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയാണ്. അവിടെയാണ് മുസൽമാന്റെ ഹൃദയം ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ഒരു കയറിട്ട് കൂട്ടി മുറുക്കി, പ്രിയപ്പെട്ടവരെ, ഒരു വല്ലാത്ത ബന്ധമുണ്ടാക്കി വെക്കുന്നത്. തിന്മയിലേക്ക് തെറ്റിലേക്ക് നെഗറ്റീവുകളിലേക്ക് വൃത്തികളിലേക്ക് പോവാതിരിക്കാൻ അള്ളാഹുമായുള്ളൊരു നിരന്തര ബന്ധം, ഒരു ഓർമ്മ, അതിനാ ദിക്റുകള്, അതിനാ അവനോട് നിത്യജീവിതത്തിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞത്. അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്നah, സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കുകയാണ്, അല്ലാഹുവിനെ ഓർക്കുകയാണ്, അല്ലാഹുവിനെ സ്മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നാവിനെത്ര സോഫ്റ്റ് ആണത്, മീസാനിൽ എത്ര കനം തൂങ്ങുന്നതാണ്. അല്ലാഹുവിനെ ഓർക്കുകയാണ്. അല്ലാഹു നിശ്ചയിച്ച റൂട്ടിൽ നിന്ന്, പാതയിൽ നിന്ന് മാനവ സമൂഹം മുഅ്മിനീങ്ങൾ തെറ്റിപ്പോവാതിരിക്കാൻ അല്ലാഹുവിനെ ഓർക്കുക. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അസ്തഗ്ഫിറു ഫിൽ യൗമി മിഅ മറ, ഞാൻ ഒരു ദിവസം 100 വട്ടമെങ്കിലും 100 പ്രാവശ്യമെങ്കിലും ഞാൻ ഒരു ദിവസം അള്ളാഹുവിനോട് പുറത്തു തരണമേ എന്ന് ഇസ്തിഗ്ഫാർ നടത്തുന്നവനാണ്. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത, എല്ലാ ജീവിതത്തിൽ സകലമാന മൈന്യൂട്ട് പോയിന്റുകളും മാപ്പ് കൊടുത്ത് അള്ളാഹു തെരഞ്ഞെടുത്ത മഹാവ്യക്തിത്വമാകുന്ന അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട് എന്ന് ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100, വൈകുന്നേരം 100 ചൊല്ലിയോ? ഈ സ്ക്രീനപ്പുറം ഇരിക്കുന്ന എന്റെ സഹോദരിമാർ, എന്റെ മുന്നിലിരിക്കുന്ന എന്റെ സഹോദരന്മാർ, അള്ളാഹുവിനെ ഓർക്കുകയാണ്. അവന്റെ വചനാമൃതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആ അള്ളാഹുവിനെ ഓർക്കുന്നവരായി എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിച്ചിട്ടുണ്ടോ? നിത്യജീവിതത്തിലെ ഓരോ സ്പന്ദനങ്ങളിലും, ഓരോ രംഗങ്ങളിലും ആര് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്റെ റബ്ബിന്റെ കോടതിയിൽ, റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിരപരാധിയായി, ഒരു കുറ്റവാളിയാകാതെ ഇല്ല. ആരുടെയും മുമ്പിൽ എനിക്ക് സ്ഥാനമാനങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ ജനകോടികൾ മുഴുവനും ഒന്നിച്ചു നിൽക്കുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകം അവസാനിക്കുന്ന അന്ന് ജനിച്ചു വീണ കുഞ്ഞു വരെ ഒരുമിച്ച് നിൽക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചവൻ എന്നെ കുറ്റവാളിയായി കാണാതിരുന്നാൽ മതി. അവന്റെ കോടതിയിൽ വലത് കൈയിൽ ഗ്രന്ഥം നൽകി എന്നെ ആദരിച്ചാൽ മതി. സ്വർഗത്തിന്റെ ആരാമങ്ങളിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്ന സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബത്ത് പ്രവേശിക്കുന്ന, സ്വർഗമുറപ്പാകുന്ന അമ്പിയാക്കന്മാർ പ്രവേശിക്കുന്ന ആ സ്വർഗത്തിന്റെ ആരാമങ്ങളിലേക്ക് അള്ളാഹു ആനയിച്ചു കൊണ്ടുപോകുന്നവരിൽ എന്നെയും കൂട്ടിയാൽ മതി. അതാണ് എന്റെ ആഗ്രഹം, അല്ലേ? അതാണ് ഒരു മുസ്ലിമിന്റെ ആഗ്രഹം, അതാ ഒരു മുഅ്മിനിന്റെ ആഗ്രഹം. അവന് പിന്നെ ഈ ലോകത്ത് എങ്ങനെ തെറ്റ് ചെയ്യാൻ സാധിക്കും? അതാ നേരത്തെ ചോദിച്ചത്. പ്രമാണം സുവ്യക്തമാണ്, ഖുർആൻ പരിശുദ്ധമാണ്, തെറ്റില്ലാത്ത ഗ്രന്ഥമാണ്, അബദ്ധമില്ലാത്ത ഗ്രന്ഥമാണ്. ശാസ്ത്രലോകം ഇന്നും അതിന്റെ വലിയ വലിയ കണ്ടെത്തലുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണിത്. തർക്കണ്ടോ?
ശാസ്ത്രലോകം അതിന്റെ കണ്ടെത്തലുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണിത്. 1400 വർഷം എന്ന് പറഞ്ഞാൽ 14 നൂറ്റാണ്ട്, 100 അല്ല 200 അല്ല, 1400 വർഷങ്ങൾക്ക് പിറകിലേക്ക് ചരിത്രത്തിന്റെ താളുകൾ മറിച്ച് പോവാൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക്, ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക്, ഒരു എഞ്ചിനീയർ വിദ്യാർത്ഥിക്ക്, ചരിത്രത്തെ ഓർക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഹിസ്റ്ററിയെ പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1400 വർഷങ്ങളുടെ ചരിത്രത്തിന്റെ താളുകൾ പിറകോട്ട് മറിക്കാൻ സാധിക്കുമെങ്കിൽ ആ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്നത്തെ ലോകത്ത് ഇത്ര പുരോഗതി എത്തി നിൽക്കുന്നേ ഉള്ളൂ, ഇനിയും പോവാനുണ്ട് മുന്നോട്ട്. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ കൈകളിൽ, ഒരു 30 വർഷം മുമ്പ് നമ്മുടെ കൈകളിൽ, ഇന്ന് ഓരോ കുഞ്ഞിന്റെയും, ഓരോ ഉമ്മയുടെയും, പെങ്ങന്മാരുടെയും, സോദരിമാരുടെയും, ജേട്ടന്മാരുടെയും, അനിയന്മാരുടെയും യാചനക്ക് പോകുന്ന യാചകന്മാരുടെ കരങ്ങളിൽ പോലുമുള്ള മൊബൈൽ ഉണ്ടല്ലോ. ഒരു 30 വർഷം മുമ്പ്, 3 പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ കരങ്ങളിലൊന്നും ഇല്ല. ഉണ്ടോ? അത്രയായിട്ടില്ലേ? കമ്പ്യൂട്ടറൈസ്ഡ് ലോകം എന്ന് പറയാൻ എത്ര പതിറ്റാണ്ടിന്റെ ചരിത്രമാണുള്ളത്? ഫേസ്ബുക്ക് എന്ന് പറയുന്ന നൂതന സംവിധാനത്തിന് എത്ര വർഷത്തിന്റെ പഴക്കമാണ് പറയാനുള്ളത്? വാട്സാപ്പ് എന്ന് പറയുന്ന ഏറ്റവും വളരെ സുവ്യക്തമായി, സുതാര്യമായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ കൈമാറാൻ, സംസാരങ്ങളെ കൈമാറാൻ സൂക്ഷിച്ചുപയോഗിക്കണം ഏത് മീഡിയകളും. ശരി നിൽക്കട്ടെ, അത് എന്റെയും നിങ്ങളുടെയും കൈകളിലെത്തിയിട്ട് എത്ര വർഷത്തിന്റെ പഴക്കം പറയാനുണ്ട്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനം മനുഷ്യർക്ക് നൽകുന്ന ഗുണങ്ങൾ ഏറെയാണ്. അത് നല്ല കണക്ഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്, അല്ലേ? ഏറ്റവും പുതിയ അറിവുകളെ ആളുകളിലേക്ക് ഇൻഫോം ചെയ്യാൻ പ്രിയപ്പെട്ടവർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീഡിയയാണ്. തർക്കമേ ഇല്ല. പക്ഷേ അതിന് ഒരുപാട് അപകട തലങ്ങളുണ്ട് എന്നത് ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഞാൻ അവിടേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. ഒരുപാട് അപകടങ്ങളുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാൻ ഒരുപക്ഷെ മീഡിയ മതിയാകും. അതെ, അവന്റെ രഹസ്യങ്ങളെ ഒപ്പിയെടുത്ത് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് എത്തിച്ച് അവനെ തലതായി തീരുത്താൻ ഏതൊക്കെയോ നീരാളി കൈകൾ പറയുന്ന പ്രത്യേകമായ റൂട്ടിലേക്ക് ചലിപ്പിക്കാൻ മീഡിയക്ക് സാധിക്കും. സൈബർ ഭീഷണികൾ മുടക്കാൻ ഈ മീഡിയകൾക്ക് സാധിക്കുമില്ലേ? എന്റെ പെങ്ങളെ, നിങ്ങളുടെ ഭാര്യയെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ നാട്ടിലെ സഹോദരിമാരെ, ഒരുപക്ഷെ അവരെ ഭീഷണിക്ക് മുന്നിൽ നിർത്തുവാൻ ഒരുപക്ഷെ മീഡിയക്ക് സാധിക്കും. ഈ കണ്ടെത്തലുകളെല്ലാം മനുഷ്യർക്ക് മുമ്പിൽ എത്തിയിട്ട് എത്ര വർഷത്തിന്റെ പഴക്കം പറയാനുണ്ട്? അതിന് ഞാൻ ചോദിച്ചത്, വാട്സപ്പിന് എത്ര വർഷം പഴക്കം പറയാനുണ്ട്? ഫേസ്ബുക്കിന് എത്ര വർഷം പഴക്കം പറയാനുണ്ട്? എന്നാൽ 1400 വർഷം മുമ്പ് പ്രിയപ്പെട്ടവരെ, നൂതന സംവിധാനങ്ങളില്ലാത്ത ടെക്നോളജികൾ ഇന്നത്തെ ലോകത്ത് നാം കാണുന്നത് പോലെ പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെ, മെസ്സേജുകളെ കൈമാറാൻ ഇന്നത്തെ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു മാധ്യമങ്ങളും ഇല്ലാത്ത കാലത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യൻ സമൂഹത്തിന്റെ മുമ്പിൽ ഒട്ടകത്തിന്റെ മുക്ക് കയർ പിടിച്ചു നടക്കാൻ അറിയുന്ന, ആടുകളെ മേച്ച് ജീവിക്കാൻ അറിയുന്ന പാവപ്പെട്ടവരായ നിഷ്കളങ്കരായ കാട്ടറബികൾക്ക് മുന്നിൽ, അറേബ്യൻ സമൂഹത്തിന് മുന്നിൽ ഓതിക്കൊടുത്ത വചനം ഇന്ന് 21ാം നൂറ്റാണ്ടിൽ ഇന്നും തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ്. ആളുകൾ അത്ഭുതം കൂറുകയാണ്. എന്തൊരു മഹാത്ഭുതമാണ് എന്ന് ചോദിച്ചു പോവുകയാണ്. എങ്ങനെ സംസാരിച്ചുവെന്ന് ആളുകൾ അന്വേഷണാത്മക ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. എങ്ങനെ സാധിച്ചു ചിന്തിക്കുന്നുണ്ടോ? 21ാം നൂറ്റാണ്ടിലും ഖുർആൻ 1400 വർഷത്തിന്റെ മനുഷ്യക്കരങ്ങളിലെത്തിയിട്ട് 1400 വർഷത്തിന്റെ പഴക്കമുണ്ടെങ്കിലും ഇന്നും അത് പുതുമ നൽകുന്ന, ആർക്കും അറപ്പ് തോന്നാത്ത, ആർക്കും ഒരു ആലസ്യം തോന്നാത്ത, ആർക്കും ഒരു വെറുപ്പും തോന്നാത്ത പുതുമയുടെ വർത്തമാനങ്ങളുമായി, കൗതുകത്തിന്റെ വർത്തമാനങ്ങളുമായി പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് തല ഉയർത്തി നിൽക്കുന്നു. ഏത് ടെക്നോളജികൾക്ക് മുമ്പിലും ഖുർആനിന്റെ വാക്കുകൾക്ക് ഇല്ല, ആർക്കും തോൽപ്പിച്ചു കളയാനാവില്ല എന്ന് ഖുർആൻ തന്നെ വെല്ലുവിളിക്കുന്നു. ഇതുപോലൊരു അധ്യായം കൊണ്ടുവരാൻ, ഇതുപോലൊരു ആയത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല. ചോദിച്ചില്ലേ ഖുർആൻ? അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചു.
എന്ന് ചോദിച്ചു തുടങ്ങിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചവർ തന്നെ പറഞ്ഞു, ഇല്ല, ഞങ്ങളില്ല ഖുർആനിനോട് മത്സരിക്കാൻ, തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി ചേർത്തുണ്ടാക്കിയ വാക്കുകളെ കീറി മുറിച്ച് കളഞ്ഞ് ഖുർആനിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ലോകത്തിന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട്? ഉള്ളാൾ സംഗമിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സഹോദര സഹോദരിമാരുടെ ക്രെഡിറ്റ് ആണോ? സംസാരിക്കുന്ന എന്നെ പോലെയുള്ള, എന്റെ ഉസ്താദുമാരെ പോലെയുള്ള, നമ്മുടെ പണ്ഡിതന്മാരെ പോലെയുള്ള, ഞങ്ങളെ പോലെയുള്ള എളിയ സുഹൃത്തുക്കൾ, ഈ സാധാരണ പ്രവർത്തകന്മാരെ പോലെയുള്ള ആളുകളുടെ നാവിന്റെ ശക്തിയാണോ? അല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ദിനം പ്രതി നൂറുകണക്കിന് മനുഷ്യർ ഖുർആനിന്റെ വാക്കുകൾക്ക് മുന്നിൽ അത്ഭുതപ്പെട്ട് നിന്നു പോകുന്നത് ലോകത്തിലേതെങ്കിലും മുസ്ലിങ്ങളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ശ്രേഷ്ഠത കൊണ്ടാണോ, പദവി കൊണ്ടാണോ, സാമ്പത്തികമായ ഭദ്രത കൊണ്ടാണോ? അല്ല. ആഫ്രിക്കൻ നാടുകളിൽ പ്രിയപ്പെട്ടവരെ ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ ഇസ്ലാം എന്ന് പറയുന്ന സുതാര്യമായ സുവ്യക്തമായ അള്ളാഹുവിന്റെ രാജപാതയിലേക്ക് കയറി വരുന്നത് ഏതെങ്കിലും മുസ്ലിമിന്റെ പ്രൗഢി കണ്ടുകൊണ്ടാണോ? ആണോ? ഏഷ്യൻ രാജ്യങ്ങളിൽ മാറ്റത്തിന്റെ വിപ്ലവം കുറിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് മുന്നിൽ തലതാഴ്ച നിൽക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ പ്രൗഢിയോ ആസ്തിയോ സമ്പത്തോ സൗന്ദര്യമോ കണ്ടുകൊണ്ടല്ല, പരിശുദ്ധ ഖുർആനിന്റെ ആകർഷണീയമായ വാക്കുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ പോവുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ പോവുകയാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ക്രൈസ്തവരിൽ നിന്ന്, ഹൈന്ദവരിൽ നിന്ന്, ജൂതമത വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഖുർആനിനെ പഠിച്ച് ഖുർആനിന്റെ സത്യത്തിലേക്ക് ആളുകൾ വരുമ്പോ മറ്റുള്ളവർ ചോദിക്കുന്നത് പോലെ, മുസ്ലിം സമുദായമേ, എന്തുകൊണ്ട് ഖുർആനിന്റെ ഉള്ളിൽ കിടക്കുന്ന പവിയങ്ങളെ, മുത്തുകളെ, ജ്ഞാനത്തിന്റെ അറിവിന്റെ ഏറ്റവും നല്ല ആ വശങ്ങളെ നുകർന്നെടുക്കുവാൻ, പൊറുക്കിയെടുക്കുവാൻ, സ്വായത്തമാക്കുവാൻ, പ്രിയപ്പെട്ടവരെ അത് സ്വന്തമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് ഇവിടെ ദി മിറാക്കിൾ എന്ന പ്രോഗ്രാം അവസാനിക്കുമ്പോ ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ചോദ്യം, എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ലോകത്ത് പ്രശ്നം ഉണ്ടായത് എന്താ? ലോകത്ത് പ്രശ്നമുണ്ടായി, മറുപടി ഖുർആനിലുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ഖുർആൻ മഹാത്ഭുതകരമായ ഗ്രന്ഥമാണ്. ഏത് വിഷയമാണ് ഖുർആൻ പറയാതെ പോയത്? കടലിൽ പ്രശ്നമല്ലേ ഇപ്പോ? അല്ലേ? കടലിൽ പ്രശ്നമാണ്, കരയിൽ പ്രശ്നമാണ്. കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ പ്രശ്നമായതിന്റെ പേരിൽ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. സ്വസ്ഥത നൽകുന്നില്ല. മനുഷ്യന്റെ കരങ്ങൾ വനാന്തരങ്ങൾക്കുള്ളിൽ വിപ്ലവമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. മനുഷ്യൻ ചെയ്യേണ്ട ഏർപ്പാടുകൾ സമയബന്ധിതമായി ചെയ്യാത്തതിന്റെ പേരിൽ ഈ പ്രകൃതി പല ദുരന്തങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലേ? ഈ പ്രകൃതി ഉണ്ട്. കടലിലോ മനുഷ്യർക്ക് എന്നും എന്നും ഭക്ഷിക്കുവാൻ ചിന്തിക്കുന്നുണ്ടോ? ഒരു നിസ്സാരമായ ഒരു വഞ്ചിയുമായി, ഒരു ബോട്ടുമായി കടന്നു പോകുന്നവൻ പോകുമ്പോൾ തന്നെ പറയുന്നു, മത്തി പിടിക്കാനാണ്, അയില പിടിക്കാനാണ്, ഇന്ന ഇന്ന മീനുകളെ പേരെടുത്ത് പറയുന്നു. അവർ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. കൂട്ടം കൂട്ടമായി നീങ്ങുന്ന ലക്ഷ്യം വെച്ച മീനുകളെ അതാ അവർ പ്രത്യേകമായ അവരുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് കരയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു കൂട്ടം അല്ല, ലോഡ് കണക്കിന് മത്സ്യം ഒരേ ഇനത്തിൽപ്പെട്ടത് എന്നും പിടിക്കുന്നു. കടലിൽ ക്ഷോഭമില്ലെങ്കിൽ കടലിൽ ഇറങ്ങാൻ പറ്റുന്ന ഏത് സമയത്തും പോവുകയാണ്. അവസാനിച്ചോ? എത്ര കാലമായി, എത്ര നൂറ്റാണ്ടുകളായി, എത്ര കാലങ്ങളായി ഇത് തുടർന്നു പോകുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ കടലിൽ വീണ്ടും വീണ്ടും അത് ഉൽപ്പാദിപ്പിക്കുവാൻ പടച്ചവന് വല്ല പ്രയാസവും ഉണ്ടായോ? പക്ഷേ ആ കടലിലും മനുഷ്യൻ അതിർവരമ്പുകൾ സൃഷ്ടിക്കുകയാണ്. ആ കടലിലും മനുഷ്യനതാ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ രക്തചിന്തലുകൾ കടലിൽ പോലും നടത്താൻ ശ്രമിക്കുകയാണ്. പോരാ, അവിടെയും പാടില്ലാത്തത് ചെയ്യാൻ ശ്രമിക്കുന്ന പല ജനവിഭാഗത്തെയും ലോക വാർത്തകളിൽ നിന്ന് ഞാനും നിങ്ങളും വായിച്ചെടുക്കുകയാണ്. അപ്പോൾ കരയിൽ പ്രശ്നമുണ്ടാക്കിയതാരാ? മൃഗങ്ങളാണോ? പക്ഷികളാണോ? പറവകളാണോ? കടലിൽ പ്രശ്നമുണ്ടാക്കിയതാരാ? തിമിംഗലങ്ങളാണോ? ആണോ? അല്ല.
ആനയേക്കാൾ 8 ഇരട്ടി വലിപ്പം വരുന്ന തിമിംഗലങ്ങൾ ഉണ്ടായിട്ട് കടലിൽ പ്രശ്നമുണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞില്ല. അല്ലാഹു പറഞ്ഞത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലും പ്രശ്നമുണ്ടാക്കിയത് ആരാ? മനുഷ്യന്റെ കൈകളാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പ്രഖ്യാപിച്ചാൽ മാറ്റമുണ്ടാവുകയില്ല. അതാ ഞാൻ പറഞ്ഞത്, ആനയേക്കാൾ 8 ഇരട്ടി വലിപ്പം വരുന്ന തിമിംഗലങ്ങൾ ഉണ്ടായിട്ട് ഒരു ആനയുടെ വലിപ്പം തന്നെ അതെ അത് വലുതാണെങ്കിൽ അതിനേക്കാൾ 8 ഇരട്ടി വലിപ്പം വരുന്ന തിമിംഗലങ്ങൾ ആ കടലിൽ കൂട്ടം കൂട്ടമായി ഉണ്ടായിട്ട് ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല സഹോദരങ്ങളെ, അവിടെ ഒരു പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്നില്ല. മഴ കുറഞ്ഞു പോകുന്നതിന്റെ കാരണം അന്വേഷിക്കുന്നു ആര്? ശാസ്ത്രലോകം. ഉത്തരങ്ങൾ പലതും പറയുന്നു. അതൊന്നും പറയാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഉത്തരങ്ങൾ പലതും പറയുന്നു. അടുത്ത യുദ്ധം, ലോകമഹായുദ്ധം, അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് പാശ്ചാത്യ ലോകം വിളിച്ചു പറയുന്നു. ഏഷ്യൻ രാജ്യങ്ങൾ വിളിച്ചു പറയുന്നു. ഇനിയൊരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും, കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് ലോകം ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലോ. ആ കുടിവെള്ളത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന കിണറിലെ വെള്ളത്തെക്കുറിച്ച്, എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ശുദ്ധീകരിച്ചു വരുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കാൻ മനുഷ്യലോകം തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? ഖുർആൻ അവിടെ ഈ മനുഷ്യന്റെ ചിന്തയെ ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹുവിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ ചവർപ്പുള്ള വെള്ളമാക്കി മാറ്റിയാൽ ആരാണ് നിങ്ങൾക്ക് ശുദ്ധിയുള്ള വെള്ളം കൊണ്ടുവന്ന് തരാൻ? ചവർപ്പില്ലാത്ത, കലർപ്പില്ലാത്ത നല്ല പച്ചവെള്ളത്തെ കൊണ്ടുവന്ന് തരാൻ ആരാണ് നിങ്ങൾക്കുള്ളത് എന്ന് അല്ലാഹുവിന്റെ ചോദ്യം ഈ പുതിയ ലോകത്ത് അത്ഭുതകരമായ ചോദ്യമാണ്. അവിടെ മനുഷ്യൻ പ്രശ്നം ഉണ്ടാക്കുക. ചോദിച്ചിട്ടുണ്ടല്ല, കുട്ടികൾ പഠിക്കാണ്, വെള്ളം ഇങ്ങനെ പോവാ, ബാഷ്പീകരണം നടക്കുകയാണ്. വെള്ളം എന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. H2O അല്ലേ? ഹൈഡ്രജനും ഓക്സിജനുമാണ്. അത് പല അർത്ഥത്തിലുള്ള മാറ്റ വിഗതികൾക്ക് ഒരു പെട്രോൾ കത്തിക്കൊണ്ടിരിക്കുന്നതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെന്താ? അവിടെ രാസപ്രവർത്തനങ്ങൾ നടന്ന വലിയ സ്ഫോടനം ഉണ്ടാവുകയാണ്. ഒന്ന് കത്താൻ സഹായിക്കുന്ന ഹൈഡ്രജനാണ്, ഒന്ന് കത്തുന്ന ഹൈഡ്രജനാണ്, ഒന്ന് കത്താൻ സഹായിക്കുന്ന ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കത്തുന്ന ഹൈഡ്രജനും, അതേ ലോകം എന്ന് പറയുന്ന ഈ ഭൂമി എന്ന് പറയുന്നതിന്റെ 3/4 ഭാഗവും അല്ലാഹു ഹൈഡ്രജനെ കൊണ്ടും ഓക്സിജനെ കൊണ്ടും സംവിധാനിച്ചിട്ടുള്ള, കത്താൻ സഹായിക്കുന്ന, സ്വയം കത്തിപ്പോകുന്ന ഈ 2 സംഭവങ്ങളെ ലോകം പഠിക്കുമ്പോ, അതുകൊണ്ടാണ് അല്ലാഹു തആല വെള്ളം എന്ന് പറയുന്ന ഈ മഹാത്ഭുതം പടച്ചറബ് ഒരുക്കി വച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, ആ വെള്ളം ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കണ്ണോടിക്കുമ്പോ കാർമേഘങ്ങളെ കണ്ട് രസിക്കുന്നവരുണ്ട്, കവിതകൾ എഴുതുന്നവരുണ്ട്, കഥകൾ എഴുതുന്നവരുണ്ട്. കാർമേഘങ്ങളെ കാറ്റുകൾ ചെന്ന് തള്ളി തള്ളി ഉള്ളാളിന്റെ പരിസരത്തേക്ക് വെള്ളം തരാൻ അല്ലാഹു കാറ്റുകൾ അയച്ച് അവിടെയോ എവിടെയോ കിടക്കുന്ന കാർമേഘങ്ങളെ ഉള്ളാളിന്റെ പരിസരത്തേക്ക് വെള്ളം വർഷിപ്പിക്കുവാൻ ആ കാറ്റിനയച്ച് അല്ലാഹു കാർമേഘങ്ങളെ ഉള്ളാളിന്റെ നേരെ മേലിൽ കൊണ്ടുവന്ന് നിർത്തി അല്ലാഹു മഴ വർഷിപ്പിക്കുമ്പോ അല്ലാഹു ചോദിച്ച ചോദ്യമുണ്ട്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലുൻ? നിങ്ങളാണോ കാർമേഘങ്ങളിൽ നിന്ന് വെള്ളമിറക്കുന്നത്, അതല്ല നാം ആണോ? അള്ളാന്റെ ചോദ്യം. കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്ന് ഒരു വിരൽ തുമ്പിലാണ് ലോകമെന്ന് വിചാരിച്ച് അഹങ്കരിച്ച്, ഹുങ്ക് കാണിച്ച്, പൊങ്ങച്ചം കാണിച്ച്, ഗർവ് കാണിച്ച്, ഞാനെന്ന ഭാവം നടിക്കുന്ന, ആസ്തി കൊണ്ടും സ്വത്ത് കൊണ്ടും ബിസിനസ് കൊണ്ടും മേൽക്കോയ്മ നേടുമ്പോ ഞാനെന്ന ഭാവം നടിച്ച് ഒരു സാധു കുട്ടികളോട് മിണ്ടാൻ പോലും നേരമില്ലാത്ത അഹങ്കാരികളായി മാറുന്ന, കീൽ ജോലി ചെയ്യുന്നവരോട് ഒന്ന് പുഞ്ചിരിക്കാൻ മനസ്സ് കാണിക്കാത്ത ദാഷ്ട്യക്കാരായി മാറുന്ന, പണം കൊണ്ട് പരീക്ഷിക്കുമ്പോ തന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെ ഒരു അടിമകളെ പോലെ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ ശക്തികളോട് അല്ലാഹു ചോദിക്കുകയാണ്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലുൻ? വെള്ളം ഞാൻ സ്റ്റോപ്പാക്കിയാൽ ആര് തരും നിങ്ങൾക്ക്? നിങ്ങളാണോ കാർമേഘത്തിൽ നിന്ന് വെള്ളമിറക്കുന്നത്, അതല്ല നാം ആണോ? ഖുർആനിന്റെ ചോദ്യമാണ്. ഖുർആൻ സുഹൃത്തുക്കളെ ഒരു നിസ്സാരമായ ഗ്രന്ഥമല്ല. ഖുർആൻ ഒരു നിസ്സാരമായ ഗ്രന്ഥമല്ല. ഖുർആൻ ചർച്ച ചെയ്യാത്ത അറിവിന്റെ മേഖലകൾ, ഖുർആൻ തൊട്ടിട്ടില്ലാത്ത അറിവിന്റെ ജ്ഞാനത്തിന്റെ മേഖലകൾ അപൂർവത്തിൽ അപൂർവമായിരിക്കും.
സൂചനകൾ കൊണ്ടെങ്കിലും ലോകം ചർച്ച ചെയ്യുന്ന ഏതൊരു വിഷയത്തിലേക്കും വിരൽ ചൂണ്ടുന്ന മഹാ അത്ഭുത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വാക്കുകളാണത്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഒന്ന് മനുഷ്യരാ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ? സത്യം അതല്ലേ? ഇവിടെ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ പ്രശ്നം? എവിടെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരാന ചവിട്ടിയിട്ടും ആന തുമ്പിക്കൈ കൊണ്ട് പിടിച്ചിട്ടൊക്കെ ഇവിടെ മനുഷ്യര് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അപൂർവ സംഭവങ്ങളാണ്. പക്ഷേ ഒരു മനുഷ്യൻ ഇതിൽ വരും. അതുകൊണ്ട് കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ആന, അതൊക്കെ ചരിത്രത്തിൽ എവിടെയോ സംഭവിച്ചാൽ ഗിന്നസ് ബുക്കിൽ വരെ അവാർഡ് രേഖപ്പെടുത്തേണ്ട ഒരു ജീവിയായി ലോകം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷെ മനുഷ്യൻ കാത്തിരിക്കുന്നു. ഞാൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വളർന്നു വലുതായി ഈ ഭൂമിയിൽ എല്ലാം പലതും നേടാൻ കഴിഞ്ഞവനെ പോലെ വേറെ ഒരു അമ്മയുടെ, വേറെ ഒരു അച്ഛന്റെ, വേറൊരു ഉമ്മയുടെ, വേറൊരു ഉപ്പയുടെ മകനായി മകളായി ഭൂമിയിൽ പിറന്നവനെ കാത്തിരിക്കുകയാണ്. മൂർച്ച കൂട്ടിയ കടാരയുമായി, മൂർച്ച കൂട്ടിയ വാളുകളുമായി, ആയുധങ്ങളുമായി, ആയുധത്തുമ്പുകളുമായി കാത്തിരിക്കുന്നു ചതിക്കാൻ. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തീർക്കാൻ കഴിയുന്ന, പറഞ്ഞു ഒത്തുതീർപ്പാക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ നാവുകൊണ്ട് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ആയുധങ്ങൾ പ്രയോഗിച്ച് ജനക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച്, ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വെച്ച്, നടുറോഡിൽ വെച്ച്, അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച്, വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് മുമ്പിൽ വെച്ച്, അമ്മയെ അച്ഛന് മുമ്പിൽ വെച്ച്, അച്ഛൻ അമ്മയ്ക്ക് മുമ്പിൽ വെച്ച്, മാതാപിതാക്കളെ ഒന്നുമറിയാത്ത പിഞ്ചോമന മക്കൾക്ക് മുമ്പിൽ വെച്ച്, പിഞ്ചോമന കുഞ്ഞുങ്ങളെ ഒന്ന് പ്രസവിച്ച് വലുതാക്കിയ അമ്മയ്ക്ക് മുമ്പിൽ വെച്ച് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഒരു കാരണം ഇസ്ലാം പറഞ്ഞ എന്താ അറിയോ? എന്താ? സർവ തിന്മകളുടെയും മാതാവ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മദ്യമാണ്. ഇപ്പൊ ചർച്ച ചെയ്യാം, എനിക്ക് സമയമില്ല. എടോ, മദ്യം എന്താ റസൂലുള്ള പറഞ്ഞത്? അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? മദ്യം പ്രിയപ്പെട്ടവരെ സർവ തിന്മകളുടെയും മാതാവ. വ്യഭിചാരത്തിന്റെ തുടക്കം ചിലപ്പം കള്ളാവും. ഖംറ് എന്ന് ഖുർആൻ പ്രയോഗിച്ചത് കള്ള് നർത്ഥത്തിലല്ല, ലഹരി. ഹദീസിൽ എത്ര ഹദീസുകളാ വന്നതെന്നറിയോ? എന്റെ വിഷയം അവിടേക്ക് കൊണ്ടുപോകാൻ സമയമില്ലാത്തതുകൊണ്ടാ. കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു ശറാബിൻ അസ്കറ ഫഹുവ ഹറാം. സുബ്ഹാനല്ലാഹ്. ലഅനല്ലാഹ് അൽ ഖംറ. അല്ലാഹ് ഈ ലഹരി എന്നതിനെ ശപിച്ചിട്ടുണ്ട്. അത് അളവ് കുറവാകാം, ചെറുതാവാം, കൂടുതലാവാം, പാനീയമാകാം, പൊടിയാകാം, വസ്തുവാകാം, നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ലഅനല്ലാഹുൽ ഖംറ. അല്ലാഹ് കള്ളിനെ, ലഹരിയെ ലോകരക്ഷിതാവായ അല്ലാഹു ശപിച്ചു കളഞ്ഞു. അതിന് വാങ്ങുന്നവനെ, വിൽക്കുന്നവനെ, കൊടുക്കുന്നവനെ, സഹായിക്കുന്നവനെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനെ, സൗകര്യമൊരുക്കി കൊടുക്കുന്നവനെ, അതിനുവേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്നവനെ, വാഹനം വിട്ടുകൊടുക്കുന്നവനെ, കൂടെ കൂടി കുടിച്ചിട്ടില്ല, രുചിച്ചിട്ടില്ല, ഞാൻ ഒപ്പം പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നവനെ ഒക്കെ അല്ലാഹ് ശപിച്ചു. ശപിച്ചില്ലേ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പിശാചിന്റെ മ്ലേച്ഛകരമായ പ്രവൃത്തിയിൽപ്പെട്ടതാണെന്ന് അല്ലാഹ് പ്രഖ്യാപിച്ചു. ചുതാട്ടം, ലോട്ടറി, കള്ള് പറഞ്ഞില്ലേ? മതി, ആ വിഷയം കൂടുതൽ സംസാരിക്കണില്ല. ഖുർആൻ ചർച്ച ചെയ്ത ഏത് വിഷയമാണ് ലോകത്ത്, ഇന്നിന്റെ ലോകത്ത് നന്മയാണ് എന്ന് പറയാൻ ആത്മധൈര്യമുള്ള ഒരാളെ ലോകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖുർആൻ തിന്മയാണെന്ന് പറഞ്ഞതിനെ, ചൂതാട്ടത്തെ തിന്മയാക്കി ഖുർആൻ, ലോട്ടറിയെ തിന്മയാക്കി ഖുർആൻ, മദ്യത്തെ തിന്മയാക്കി ഖുർആൻ, അല്ലേ? വ്യഭിചാരത്തെ അത് മ്ലേച്ഛകരമായ പ്രവൃത്തിയാക്കി ഖുർആൻ. ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന് ഖുർആൻ വിലക്കിയ ഒന്നിനെ, ഖുർആൻ മ്ലേച്ഛകരമായി പറഞ്ഞ ഒന്നിനെ, ഖുർആൻ മോശമായി പറഞ്ഞ ഒന്നിനെ അത് നന്മയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, അത് നന്മയുടെ കാര്യമാണെന്ന് പറയാൻ ഈ 21ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൽ എവിടെയെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൽപ്പെട്ട ഒന്നാണ് ടെററിസം. ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഏതാനും വാക്ക് മാത്രം പറയാണ്. ഖുർആനും ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതം
ടെററിസം എന്ന് പറയുന്ന വിഷയത്തെ ചർച്ചയാക്കി. അതിൽ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഖുർആനിന്റെ ഓരോ വാക്കും അത് ദിവസങ്ങളോളം ചർച്ച ചെയ്യാനും ദിവസങ്ങളോളം പരിശോധനകൾക്ക് വിധേയമാക്കുവാനും സാധിക്കുന്ന പദപ്രയോഗങ്ങളാണ്. നമുക്കൊക്കെ വാട്സാപ്പില്ലേ, ഫേസ്ബുക്ക് അഡ്രസ് ഇല്ലേ? ഉണ്ട്. അതിൽ നമ്മൾ കൈമാറേണ്ട, അത് ലോകത്തിന് കൈമാറി കൊടുക്കേണ്ട ആയത്താണ്. നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ഖലീൽ തലപ്പാടി പറഞ്ഞു അല്ലേ, ഒരു മനുഷ്യൻ അന്യായമായി ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, അന്യായമായി ഒരാളെ കൊന്നു, അവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഈ വാക്ക് പറഞ്ഞ ഒരു വേദഗ്രന്ഥം ലോകത്ത് വേറെ ഏതുണ്ട്? ഇന്ന് നിലനിൽക്കുന്ന ബൈബിളിൽ, ഇന്ന് നിലനിൽക്കുന്ന ഉപനിഷത്തുക്കളിൽ, ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും ഋഷിവര്യന്മാരുടെ വാചകങ്ങളിൽ ലോകത്തൊരു മനുഷ്യനെ കൊന്നാൽ, ലോകത്തൊരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന ഏറ്റവും വലിയ താക്കീതിന്റെ, ഏറ്റവും വലിയ ശിക്ഷയുടെ ഒരു സൂചന നൽകിക്കൊണ്ടുള്ള സംസാരം ഏത് വേദഗ്രന്ഥത്തിലാണ് പ്രിയപ്പെട്ടവരെ ലോകത്തുള്ളത്? പരിശുദ്ധ ഖുർആനിൽ. നിർത്തിയോ? ഇനി ഒരാൾ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, അതാ ഖുർആൻ. ഇത് മാനവ സൗഹാർദ്ദത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. ഹ്യൂമാനിറ്റി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മാനവികത പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പരസ്പരം ആയുധമേന്താൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. അയൽവാസികളെ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കി വേർതിരിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. മുസ്ലിം ആവട്ടെ അമുസ്ലിമാകട്ടെ, ഇസ്ലാമിനെ എതിർക്കുന്നവനാകട്ടെ, അവൻ പട്ടിണി കിടക്കുമ്പോ നീ വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ മതം അറിയോ? ആ ഗ്രന്ഥത്തിലാണ് പറയുന്നത്. ആ അള്ളാഹുവിന്റെ മതത്തിന്റെ ആധികാരിക പ്രമാണമാകുന്ന ഖുർആനിലാണ് പറയുന്നത്, ഇനി ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുത്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവനെ പോലെയാണ് അവൻ. ഈ റോഡിൽ ഒരാളെ അപകടത്തിൽപ്പെട്ട് വീണ് കിടക്കുകയാണ്. ശരി, താങ്ങിയെടുത്ത് നമ്മുടെ കാറിൽ വെച്ച്, താങ്ങിയെടുത്ത് നമ്മുടെ റിക്ഷയിൽ വെച്ച് താങ്ങി പിടിച്ച് രണ്ടുപേർ പോകുന്ന ബൈക്കിന്റെ നടുവിലിരുത്തി തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ചോര വാർന്നൊലിക്കുന്ന സഹോദരന്റെ ചോര പൊട്ടിയൊലിക്കുന്ന ഭാഗത്ത് കൈപിടിച്ചമർത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോ മുസൽമാനെ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞതോ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവനെ പോലെയാണവൻ. ഇത് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഏത് ഗ്രന്ഥമുണ്ട്? നിങ്ങൾ പറ. എന്റെ ശബ്ദം കേൾക്കുന്നവർ പറയും, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും പറ. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഏതുണ്ട്? അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാതെ. പരിശുദ്ധ ഖുർആൻ അത് സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, വാത്സല്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, ജാതി വരമ്പുകൾ സൃഷ്ടിക്കാതെ സർവജാതി വരമ്പുകളെയും അതിർവരമ്പുകളെയും പ്രിയപ്പെട്ടവരെ എല്ലാം മുറിച്ചും മാറ്റി സ്നേഹം കൊടുക്കാൻ പഠിപ്പിക്കുന്ന ലോകത്തെ തിളക്കത്തോടുകൂടി നിൽക്കുന്ന വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥത്തിലാണ് പറയുന്നത്, നിങ്ങൾ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പണിയെടുത്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്താൻ പണിയെടുത്തവനെ പോലെയാണ്. അവിടെ നിന്റെ മതത്തിൽപ്പെട്ടവനെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, നിന്റെ ജാതിയിൽപ്പെട്ടവനെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, നിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവനെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. പിന്നെയോ മനുഷ്യ സ്നേഹം പഠിപ്പിക്കാൻ അല്ലാഹു പ്രയോഗിച്ച വാക്ക് യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾ ഒരൊറ്റ ആണിൽ നിന്നും നിങ്ങളെ ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ഇവിടുത്തെ ഹൈന്ദവരുടെ, ക്രൈസ്തവരുടെ, ബുദ്ധിസ്റ്റുകളുടെ, ഏതൊക്കെ മതത്തിന്റെ ആളുകളുണ്ടോ, നിരീശ്വരവാദം, ദൈവമില്ലെന്ന് പറയുന്നവരുണ്ടോ, ഇതെല്ലാം അങ്ങ് പൊട്ടിമുളച്ചതാണ് എന്ന് വാദിക്കുന്നവരുണ്ടോ, അവരുടെ സൃഷ്ടാവായ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ബാപ്പ ഒന്നാണ്, അച്ഛനൊന്നാണ്, നിങ്ങളുടെ എല്ലാവരുടെയും അമ്മ ഒന്നാണ്, ഉമ്മ ഒന്നാണ്. നിങ്ങൾ തല്ലരുത്, നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ ഒരിക്കലും പടിചാരരുത്, നിങ്ങൾ പരസ്പരം ആയുധമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലേണ്ടവരും കൊല്ലേണ്ടവരുമല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ വായിക്കുന്നവന് എങ്ങനെ ടെററിസ്റ്റ് ആവാൻ പറ്റും, എങ്ങനെ തീവ്രവാദിയാകാൻ പറ്റും? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അനുയായികൾക്ക് എങ്ങനെ തീവ്രവാദിയാകാൻ പറ്റും? ഈ ഖുർആനിന്റെ അത്ഭുതകരമായ പ്രയോഗത്തിന് മുന്നിൽ ലോകത്തിന് എന്ത് മറുപടി പറയാനുണ്ട്? തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൂക്കിയിട്ട മരത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ട വാളെടുത്ത് ആ വാള് പ്രവാചകന്റെ താടിയുടെ ഭാഗത്ത് തട്ടിച്ചിട്ട് ചോദിച്ചു, ശത്രു ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, താങ്കളെ ഞാൻ നിങ്ങളുടെ ഈ വാളെടുത്ത് നിങ്ങളെ വെട്ടിക്കൊന്നുകളഞ്ഞാൽ ആരുണ്ട് എന്റെ വാളിൽ നിന്ന്, നിങ്ങളുടെ വാളിൽ നിന്ന് ഞാൻ വെട്ടുമ്പോ തടുക്കാൻ? ആരും അനുയായികൾ ആരും അവിടെയില്ല, സ്വഹാബത്ത് ആരുമില്ല, ആരും അറിഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പ്രവാചകൻ ആത്മധൈര്യത്തോടെ ഈമാനിന്റെ ശക്തിയോടെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ശക്തി കൊണ്ട്, കൽബിൽ നിറഞ്ഞു നിൽക്കുന്ന തവക്കുലിന്റെ ശക്തി കൊണ്ട്, കൽബിൽ നിറഞ്ഞു നിൽക്കുന്ന പാരത്രിക ലോകത്തിന്റെ വിശ്വാസം കൊണ്ട്, കൽബിൽ നിറഞ്ഞു നിൽക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട്, പവർ കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത മറുപടി, അല്ലാഹ് മറുപടി കേട്ട് ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് വിറച്ചിട്ട് നിലത്തു വീണു. ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്തു. എടുത്തിട്ട് ചോദിച്ചു ശത്രുവിനോട്, ശരി, നീ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഈ വാള് കൊണ്ട് നിന്നെ ഞാൻ തിരിച്ചു കൊല്ലാൻ ശ്രമിച്ചാൽ ആരുണ്ട് രക്ഷപ്പെടുത്താൻ? അല്ലാഹുവിൽ അവന് വിശ്വാസമല്ല. എന്താ മറുപടി? നിങ്ങൾ രക്ഷപ്പെടുത്തണം, നിങ്ങൾ വിചാരിക്കണം, അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവനെ ബലാത്കാരമായി പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മതത്തിലേക്ക് കോളർ പിടിച്ച് ചേർത്തിയോ? ഇല്ല. പറയാൻ പറഞ്ഞോ? പ്രഖ്യാപിക്കാൻ പറഞ്ഞോ? ഒരു നിർബന്ധത്തിന്റെ വാക്ക് പറഞ്ഞ് ഇരിക്കവിടെ, വാളെടുത്ത് ഞാൻ നിന്നെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞോ? ആരും തടുക്കാനില്ല. തിരിച്ചിങ്ങോട്ട് കൊല്ലാൻ വന്നവനാ. പക്ഷേ അവനോട് പ്രവാചകൻ പോവാൻ പറയുന്നു, പൊയ്ക്കോ. സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞവനെ തിരിച്ചു വിടുമ്പോ ലോകത്തിന്റെ മുമ്പിൽ മാതൃക സൃഷ്ടിക്കുകയാണ് ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലേ? എന്തുണ്ട് സുഹൃത്തുക്കളെ പറയാൻ? ചരിത്രത്തിന്റെ താളുകളിലൂടെ പിറകിലേക്ക് തിരിഞ്ഞു പോയാൽ സഹോദരങ്ങളെ, ആർദ്രതയുടെ പ്രവാചകനായി, അനുകമ്പയുടെ പ്രവാചകനായി ഈ ഖുർആൻ ഓതിക്കൊടുക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിന്റെ, വാത്സല്യത്തിന്റെ നിറകുടമായി ലോകത്തിന്റെ മുമ്പിൽ ജീവിച്ചത് അല്ലാഹുവിന്റെ വഹിയിൽ അടിസ്ഥാനത്തിൽ ലഭിച്ച പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നെഞ്ചിലേറ്റിയത് കൊണ്ട് മാത്രമാണ്. ആ മാതൃക കാണിച്ച പ്രവാചകന്റെ അനുയായികളാകുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെ തീവ്രവാദികളാകാൻ പറ്റും? ശരീരത്തിൽ ബോംബ് കെട്ടി ചാവേറാകാൻ പറ്റും? ആൾക്കൂട്ടത്തിന്റെ മുന്നിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി ആ ആൾക്കൂട്ടത്തിനിടയിൽ അവനും അവന്റെ വാഹനവും ഒക്കെ പൊട്ടിത്തെറിച്ച് ആളുകളെ കൊന്നു തീർക്കുന്നവനാകാൻ എങ്ങനെ യഥാർത്ഥ മുസൽമാന് സാധിക്കുകയില്ല. അത് നാമധാരികളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. IS പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേരിട്ട് വിളിച്ച് ഇസ്ലാമിനെ തകർത്തെറിയാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ മെനഞ്ഞെടുത്ത ഏതോ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിലിരുന്ന് നിഗൂഢ ആലോചന നടത്തിയ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേരിട്ട് വിളിച്ച് ഇസ്ലാമിനെ തകർത്തെറിയാൻ, ഇസ്ലാമിനെ കൊന്നു വലിച്ചെറിയാൻ ലോകത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വന്ന രാക്ഷസന്മാരായിരുന്നു IS. അല്ലേ? ഇസ്ലാമുമായി അവർക്ക് എന്താ ബന്ധം? നീ ഒന്നുകൂടി ചിന്തിച്ചു നോക്ക്. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് IS എന്ന് പറയുന്ന ടീം കൂടുതൽ കൊന്നത് ആരെയാണ്? മുസ്ലിങ്ങളെ. ആരെ കൊന്നത്? IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ്. നല്ല പേരാ. എന്നിട്ട് ഏറ്റവും ആളുകളെ കൊന്നു തീർത്തത് ആരെയാണ്? മുസ്ലിങ്ങളെ. എന്നിട്ട് ലോകം പറയാണ് ഇവർ ഇസ്ലാമിന്റെ തീവ്രവാദികളാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലേ? ഇനി ഇസ്ലാം യുദ്ധം അനുവദിച്ചതെവിടെ? ഖുർആൻ മാത്രം ചർച്ച ചെയ്താൽ മതി. നേരം പുലരുവോളം ചർച്ച ചെയ്താലും മതിയാവാത്ത വിഷയത്തിന്റെ സൂചനകളാണ് പരിശുദ്ധ ഖുർആനിൽ കിടക്കുന്നത്. ഓരോ ആയത്തും കടപ്പുറത്ത് കിടക്കുന്ന മണൽത്തരികളെ പോലെ. ഒന്ന് തുറന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു താക്കോലായി, ഒരു ചെറിയ മണൽത്തരിയായി നമുക്ക് തോന്നുമെങ്കിലും ഓരോ വാക്കുകളും തിരമാലകൾ കണക്കെ വിശദീകരിക്കപ്പെടേണ്ട വാചകങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അല്ലേ? നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം തരുന്നു. എപ്പോ?
മക്കയിൽ ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പതിറ്റാണ്ടിന്റെ വേദന സഹിച്ചു പിടിച്ച്, പ്രയാസങ്ങളെ സഹിച്ചു പിടിച്ച്, കടിച്ചു പിടിച്ച്, പ്രിയപ്പെട്ടവരെ, വേദനയ്ക്കുമേൽ ഏറെ പ്രയാസങ്ങളും കട്ടപ്പാടുകളും സഹിച്ച് ക്ഷമിച്ച്, ഡൽഹിപ്പടി വരെ ക്ഷമിച്ച്, അധികാരത്തിന്റെ ചെങ്കോല് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചു തരാമെന്ന് ആ നാട്ടിലെ ഖുറൈശി പ്രമുഖന്മാർ പറഞ്ഞപ്പോ, അധികാരമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ആളുകൾക്കിടയിൽ നീതിബോധമാണ്, അടിമകൾക്കുള്ള ഏറ്റവും വലിയ വിമോചനത്തിന്റെ പാതയാണ്, പാവപ്പെട്ട വിധവകൾക്കുള്ള സംരക്ഷണമാണ്, അനാഥ മക്കൾക്കുള്ള ഏറ്റവും തെളിച്ചമുള്ള വടിയാണ്, ആളുകൾക്കിടയിലുള്ള നീതിബോധമാണ്, ഏകനായ ദൈവത്തെ ആരാധിക്കലാണ്, അവന്റെ കോടതിയെ ഓർമ്മപ്പെടുത്തലാണ്, മരണാനന്തരമുള്ള ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കലാണ്. അധികാരത്തിന്റെ ചെങ്കോലുകളും കസേരകളും എനിക്കാവശ്യമില്ലെന്ന് പറഞ്ഞ് പ്രബോധനത്തിന്റെ മുള്ളുകൾ നിറഞ്ഞ, കുപ്പിച്ചില്ലുകൾ നിറഞ്ഞ വടിയിലേക്ക് ഇറങ്ങുകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം സഹിച്ചു മദീനയിലേക്ക് പലായനം നടത്തി. അവിടെയും വിടാൻ തയ്യാറായില്ല. ഈ നാട് വിട്ട് വേറൊരു നാട്ടിൽ ചെന്ന് സ്വസ്ഥമായി ജീവിക്കുമ്പോ അവിടെയും സ്വസ്ഥത കൊടുക്കാതെ, അവിടെയും വിടാൻ തയ്യാറില്ലാതെ, കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് ആയുധങ്ങൾ ശേഖരിക്കാനുള്ള പണമുണ്ടാക്കുവാൻ കടന്നു വരുന്ന യാത്രാ സംഘത്തെ കുറിച്ച് കേട്ടപ്പോ, ബദർ എന്ന് പറയുന്ന ഏതൊരു മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും കർണപുടങ്ങളിൽ ബദർ എന്ന് കേട്ടാൽ ഹൃദയത്തിൽ ബദർ യുദ്ധത്തെ കുറിച്ച് ഓർമ്മ വരുന്ന ആ ബദർ എന്ന് പറയുന്ന ചരിത്ര സംഭവം ഉണ്ടാകുന്നത് ആ കച്ചവട സംഘത്തെ ഊർച്ചയുള്ള വാളുകൾ കൊണ്ടല്ല, കുതിരപ്പടയാളികളെ കൊണ്ടല്ല, ആയുധങ്ങളുടെ ശേഖരങ്ങൾ കൊണ്ടല്ല, പിന്നെയോ നാവിന്റെ ശക്തി കൊണ്ട്, ഹൃദയത്തിലേറ്റിയ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് യാത്രാ സംഘത്തെ തടയാൻ പോയ, മുന്നോട്ട് ചില്ലാൻ വരുന്ന ആളുകളോടാണ്. എല്ലാ സർവ ആയുധങ്ങളുമായി സായുധ പടയാളികളായി പ്രിയപ്പെട്ടവരെ മക്കയിൽ നിന്ന് തിരഞ്ഞെടുത്ത സൈനിക നേതാവന്മാരടക്കം നർത്തകിമാർ, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും, കുതിരകളും ഒട്ടകങ്ങളും വാളുകളും കുന്തങ്ങളും കുടിക്കാനുള്ള കള്ളും ഡാൻസ് ചെയ്യാനുള്ള എല്ലാ നർത്തകിമാരും ഒരുങ്ങി വന്ന് പുച്ഛിച്ച് മുദ്രാവാക്യം വിളിച്ച്, ഇതാ നിങ്ങളെ നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളെ എന്തെങ്കിലും പൊടിയായി തൂഫാനാക്കി തരാമെന്ന് പറഞ്ഞ് വിളംബരം ചെയ്ത് നൃത്തമാടി മുദ്രാവാക്യം വിളിച്ചു വന്ന ആ മുശ്രിക്കുകളുടെ മുന്നിൽ ആയുധങ്ങളുടെ മൂർച്ച കൊണ്ട് ജയിച്ചതല്ല, കുന്തങ്ങളുടെ മുനയുടെ ഷാർപ്പ് കൊണ്ട് വിജയിച്ചതല്ല, കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതിരോധത്താൽ ജയിച്ചു മുന്നേറിയതല്ല. ആകാശത്തിന്റെ മേലാപ്പിലിരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് മാലാഖമാരുടെ സഹായം കൊടുത്തുകൊണ്ട്, വിശ്വാസത്തിന്റെ തൗഹീദിന്റെ കരുത്തുകൊണ്ട്. അല്ലേ? പോരാ പോരാ സുഹൃത്തുക്കളെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ട വാക്കാ. ബദറിന്റെ രണാങ്കണത്തിൽ കാൽമുട്ടുകളിൽ മണൽ തുളച്ചു കയറുമാറ്, കാൽമുട്ടുകളിൽ മണൽ തരികൾ തുളച്ചു കയറുമാറ്, അമർന്ന് കാൽമുട്ടുകൾ മണൽ തരിയിൽ ആഴ്ന്നിറങ്ങു പോലെ പ്രവാചകൻ എല്ലാം മറന്ന്, പരിസരം പോലും മറന്ന്, കക്ഷത്തിന്റെ വെള്ള കാണുമാറ് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ആ പ്രവാചകന്റെ ചുണ്ടുകൾ വിറച്ച്, അവിടുത്തെ കണ്ണുകൾ നനഞ്ഞ്, അവിടുത്തെ തൊണ്ടകൾ ഇടറിപ്പോയി. ആ പ്രവാചകന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് വാക്കുകൾ ആകാശത്തിലേക്ക് ഉയർന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, പടച്ചവനെ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ ലൻ തുഅബദ ഫിൽ അർളി അബദാ, പിന്നെ അല്ലാഹുവേ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടാവില്ല, നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടാവില്ല, നീ ആരാധിക്കപ്പെടുകയില്ല. തൗഹീദ് മനസ്സിലാക്കിയ, നിന്റെ വഹിദാനിയത്ത് പഠിച്ച, ഏകദൈവ വിശ്വാസമറിഞ്ഞ ഒരു കൊച്ചു സംഘമാണ് ഇവിടെയുള്ളത്. എല്ലാവരും വന്നു നിൽക്കുകയാണല്ലോ, എല്ലാവരും വന്നു നിൽക്കുകയാണ്. പടച്ചവനെ നീ ഒരിക്കലും നശിപ്പിച്ചു കളയല്ലേ. ഈ ദുർബലരായ വിശ്വാസികളായ മനക്കരുത്തുള്ള ഞങ്ങളെ ആയുധങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും നീ ചിന്നിച്ചെതറി ഓടുന്നവരാക്കി മാറ്റല്ലേ അല്ലാ. കണ്ണീരോടുകൂടി തൊണ്ടയിടറുമാറ് വിറക്കുന്ന കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോ, അബൂജഹൽ എന്ന് പറയുന്ന ശത്രുക്കളുടെ നേതാവ് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞത്, കഅബാലയത്തിന്റെ കില്ല പിടിച്ച്
പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞത് അല്ലാഹുമ്മ അൻസുർ അഹ്ദൽ ജുൻദൈൻ. അല്ലാഹ് ആരാ വിളിച്ചത്? അല്ലാഹ്. അബൂജഹൽ വിളിക്കുക ബദറിന് പോകുമ്പോ അല്ലാഹ്. 2 സൈന്യം ഏറ്റുമുട്ടാൻ പോവുക, ഒന്നിനെ ജയിപ്പിക്കണം. അല്ലാഹ് സ്വീകരിച്ചു, ഒന്ന് ജയിപ്പിച്ചു അല്ലേ? ഒന്നിനെ ജയിപ്പിക്കണമെന്ന അബൂജഹൽ, സഹായിക്കണമെന്ന അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയത്. എപ്പോഴും ശിർക്ക് ചെയ്യുന്ന അബൂജഹൽ വലിയൊരു പ്രശ്നമാണ് മുന്നിലുള്ളത്, വലിയ മേജർ പ്രോബ്ലമാണ് മുന്നിലുള്ളതെന്ന് കണ്ടപ്പോ അള്ളാഹിനോട് പറഞ്ഞിട്ടാ പോരുന്നത് അല്ലേ? സർവ ആയുധങ്ങൾക്ക് മുന്നിൽ, സർവ പടക്കോപ്പുകൾക്ക് മുന്നിൽ നാവിന്റെ കരുത്ത്, ഹൃദയത്തിന്റെ കരുത്ത്, തവക്കുലിന്റെ വരമേൽപ്പിക്കലിന്റെ കരുത്ത്, ഹൃദയത്തിനുള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന പാറക്കെട്ടുകളിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ച് കോറിയിട്ടതുപോലെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ഈമാനിന്റെ ശക്തി കൊണ്ട് ആ ശത്രുക്കൾക്ക് മുന്നിൽ മുന്നോട്ട് വെച്ച കാലുകളെ പിറകോട്ട് വലിക്കാതെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പടപൊരുതി ജയിച്ചു. അതായിരുന്നു ബദർ. എന്തിനാ ഇത് പറഞ്ഞത്? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എത്ര യുദ്ധമുണ്ടായിട്ടുണ്ടോ ഒരു യുദ്ധവും അങ്ങോട്ട് ചെന്ന് വിളംബരം ചെയ്തതല്ല. വേറെ മാർഗമില്ലാത്തത് കൊണ്ട്, വേറെ മാർഗം പിടിച്ചു നിൽക്കാനില്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മുഴുവനും സഹിച്ച് ഇനി രക്ഷയില്ലെന്ന് കണ്ട് നാട് വിട്ട് പലായനം ചെയ്തിട്ടും ജീവിക്കാൻ പോയ നാട്ടിൽ സമാധാനം കൊടുക്കുകയില്ലെന്ന് കണ്ടപ്പോ അവിടേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നവരെ തടയിടാൻ ശ്രമിച്ച യുദ്ധമാണ് ഇസ്ലാമിന്റെ യുദ്ധ ചരിത്രത്തിന്റെ തുടക്കമെന്ന് ലോകമറിയണം. എന്നിട്ടോ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് നടന്ന യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്ര? ഹിരോഷിമ, നാഗസാക്കി ഇന്നും ചരിത്രം ഓർക്കുകയാണ്. സഡാക്കോ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഓർക്കുകയാണ്. ഓട്ട മത്സരത്തിൽ നാഗസാക്കിയിൽ നിന്ന്, ഹിരോഷിമയിൽ നിന്ന് ഓട്ട മത്സരത്തിന്റെ ട്രാക്കിൽ തളർന്നു വീണു പോകുന്ന സഡാക്കോ ഓർക്കുകയാണ്. എന്താ? അവിടെ വർഷിച്ച ബോംബർ വിമാനമെറിഞ്ഞ അണുബോംബിന്റെ തിക്തഫലം അനുഭവിക്കുകയാണ് ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, ഇന്നും ജനിച്ചു വീഴുന്ന മക്കൾ. കണ്ണിന് കാഴ്ചയില്ലാതെ, കാതിന് കേൾവിശക്തിയില്ലാതെ, കൈവളഞ്ഞ് കാല് വളഞ്ഞ് അംഗവൈകല്യം സംഭവിച്ചവരായി, മെന്റലി റിട്ടാർഡഡ് ആയ കുട്ടികൾ, ഓട്ടിസം ബാധിച്ചവരായി, ഹാൻഡിക്യാപ്ഡ് സംഭവിച്ചവരായി ഇന്നും നാഗസാക്കിയുടെയും ഹിരോഷിമയുടെയും മണ്ണിൽ ജനിച്ചു വീടുന്ന മക്കൾക്ക് അംഗവൈകല്യം, ബുദ്ധിവൈകല്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ലോകം പറയുന്നു. അതിന്റെ തിക്തഫലം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നടന്ന യുദ്ധമോ വിരലിലെണ്ണി തീർക്കാവുന്ന മരണം. എന്നിട്ടും പറയുന്നു ഇസ്ലാം ടെററിസമാണ് എന്ന്. 10,000-കണക്കിന് മനുഷ്യരെ ഒരൊറ്റ അണുബോംബ് ഉപയോഗിച്ച് കൊന്നുകളഞ്ഞവർ ചരിത്രത്തിൽ ടെററിസത്തിന്റെ ഏതോ അയലത്ത് പോലും കടന്നു പോകുന്നില്ല എന്നത് മഹാത്ഭുതമായി ഞാനും നിങ്ങളും വായിക്കുകയാണ്. അല്ലേ? അല്ലേ? ചരിത്രം ഞാനും നിങ്ങളും വായിക്കണം. ഇത് സമാധാനത്തിന്റെ ഗ്രന്ഥമാണ്, ഇത് ശാന്തി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, ഇത് ശാസ്ത്ര രംഗങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ ചർച്ചാ വിഷയമാക്കിയ ഗ്രന്ഥമാണ്. ഞാന് ആ മേഖലയിലേക്ക് സുദീർഘമായി പ്രവേശിക്കുന്നില്ല. ശാസ്ത്ര വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടാകും അല്ലേ? കടലിന്റെ അടിപ്പരപ്പുകളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. മുകളിലേക്ക് കയറി ചെന്ന് പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർ മനുഷ്യക്കൂട്ടത്തിൽ പലരുമുണ്ട്. അവരൊക്കെ പറഞ്ഞു പോകേണ്ട ഒരു വാക്കുണ്ട്. ഖുർആൻ പറഞ്ഞു, എന്താ? മാ ഖലഖ്ത ഹാദാ ബാത്തില റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് എന്നൊരു വിശ്വാസി പറയണം. ക്ഷമിച്ചോളൂ, പഠിക്കാൻ തയ്യാറായിക്കോളൂ. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വരികളിലൂടെയും നിങ്ങൾ കണ്ണോടിച്ചോളൂ. ഒരൊറ്റ സ്ഥലത്ത് നിസ്സാരമായ ഒരു തേനീച്ചയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പോലും ഇന്ന് ശാസ്ത്രലോകം പറഞ്ഞു പെൺ തേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്, പെൺ തേനീച്ചയാണ് തേൻ ശേഖരിക്കാൻ പോകുന്നത്. ഖുർആൻ 1400 വർഷം മുമ്പ് അത് പുല്ലിംഗ പ്രയോഗമല്ല നടത്തിയത്. പിന്നെ തേൻ ശേഖരിക്കാൻ പറയുന്ന തേനീച്ചയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കുലി, പെണ്ണിനോട് പറയുന്ന മുഅന്നസായ പ്രയോഗം.
ഫീമെയിലിനോട് സംസാരിക്കേണ്ട അറബിയുടെ ഗ്രാമറ്റിക്കലായ വശം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു കുൽ എന്നാണ് ആണിനോട് പറയേണ്ടത്, എന്നാൽ പെണ്ണിനോട് പറയേണ്ടത് കുലി എന്നാണ്. അതെ, ഇന്ന് ശാസ്ത്രം പറയുന്നു ആൺ തേനീച്ച തേന് ശേഖരിക്കാൻ പോകുന്നില്ല, പെൺ തേനീച്ചയാണ് തേന് ശേഖരിക്കാൻ പോകുന്നത്. ഖുർആൻ മുത്തറസൂൽ ഓതി തരുമ്പോ 1400 വർഷം മുമ്പ് അതെ അവിടെ പ്രയോഗിച്ച പദം ഫീമെയിലിനോട് പറയേണ്ട പ്രയോഗമാണ്. കുൽ എന്നല്ല പറഞ്ഞത്, കുലി. ഒരു ചെറിയ പദത്തിൽ പോലും ലോകത്ത് മനുഷ്യലോകത്തിന്റെ ചിന്താശക്തിയെ തൊട്ടുണർത്താൻ മിസ്റ്റേക്ക് സംഭവിക്കുകയില്ല എന്ന് ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചു തരികയാണ്. പഠിച്ചോ, എന്താ ഒട്ടകത്തെ കുറിച്ച് പറയാൻ? ഒട്ടകത്തിന്റെ കാല്, ഒട്ടകത്തിന്റെ മണലിൽ നിന്ന് കാലുയരുമ്പോഴുള്ള പ്രത്യേകത നമ്മുടെ കണ്ണ് പോലെയല്ല, മറ്റു മൃഗങ്ങളുടെ കണ്ണ് പോലെയല്ല. ഒട്ടകം നടന്നു പോകേണ്ടത് മരുഭൂമിയിലാണ്. ആ ഒട്ടകത്തിന്റെ കണ്ണിന്റെ പ്രത്യേകത, വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള കഴിവ്, അതിന്റെ പൂഞ്ഞയുടെ പ്രത്യേകത. അതുകൊണ്ട് എത്രയോ മൃഗങ്ങൾ ലോകത്തുണ്ടല്ലോ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ നോക്കാൻ എന്തേ? എത്രയോ മൃഗങ്ങൾ ലോകത്തുണ്ട്, എന്നിട്ട് എന്താ ഒട്ടകത്തെ നോക്കാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്? പഠിച്ചോ, അത്ഭുതങ്ങളുടെ കലവറയാണ് ഒട്ടകത്തിന്റെ ശരീരത്തിൽ. അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഒട്ടകത്തിന്റെ കണ്ണ്, അത്ഭുതമാണ് ഒട്ടകത്തിന്റെ കാല്, അത്ഭുതമാണ് മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ കാല് പതിയുന്നത്, ഉയർത്തുന്നത്. പൊടിക്കാറ്റടിക്കുമ്പോ കണ്ണിനുള്ള പ്രത്യേകത. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത്. ചോദിക്കാണ് ശാസ്ത്രം എന്നും സയൻസ് ചോദിക്കുന്നു, ആകാശത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ? ശാസ്ത്രം എന്നും ചർച്ച ചെയ്യണ്. അല്ല പറഞ്ഞു ഈ ആകാശം തൂണുകളില്ലാതെ ഉയർത്തിയിരിക്കുന്നു. പഠിക്കാൻ, ചിന്തിക്കാൻ അല്ലേ? പർവ്വതത്തെ നാട്ടിയിരിക്കുന്നു. പഠിക്കാൻ പറഞ്ഞു അല്ല, പഠിക്കാൻ പറഞ്ഞു അല്ല. പർവ്വതം തട്ടി നിരത്തല്ലേ ഹിറ്റാച്ച് ഉപയോഗിച്ച്? പർവ്വതങ്ങൾ മുഴുവനും തട്ടി സമമാക്കല്ലേ JCB ഉപയോഗിച്ച്? പർവ്വതം ഈ ഭൂമിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആണികളാണെന്ന് ഖുർആൻ. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണിയാക്കിയിട്ടുണ്ടെന്നല്ല. ഒരു മേശയുടെ ആണിയൊക്കെ വലിച്ചൂരിയാലോ? ഒരു ടേബിളിന്റെ ആണിയൊക്കെ വലിച്ചൂരിയാൽ? ഒരു വലിയ ടെന്റ് വലിച്ചു കെട്ടിയിരിക്കുന്നു, ആ ടെന്റിന്റെ ടാർപോളിൻ വലിച്ചു കെട്ടിയ അടിച്ചു താഴ്ത്തിയ കമ്പികളെല്ലാം ഊരിക്കളഞ്ഞാൽ എന്താ സംഭവിക്കുക? ഖുർആൻ പറഞ്ഞു പർവ്വതത്തെ മുഴുവനും അടിച്ചു നിരത്തല്ലേ, പർവ്വതത്തെ ഞാൻ ആണിയാക്കി കുറ്റിയാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ചിന്തിക്കണില്ല. ഇപ്പൊ ശാസ്ത്രം പറയാണ് ഇറ്റാച്ചും JCB ഒക്കെ വന്ന് സർവ്വ പർവ്വതങ്ങളും നിരത്താൻ തുടങ്ങിയാല് ഭൂമി കുലുക്കം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. മേശന്റെ ആണിക്കൂലിയ മേശ ഇളകും, ഭൂമിന്റെ ആണിക്കൂലിയ ഭൂമി കുലുങ്ങും. ഖുർആന്റെ പ്രയോഗമാണ്. ചിന്തിക്കണ്ടോ? വകുപ്പുണ്ടോ? ഉണ്ട്, ഉണ്ട്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമല്ല ഖുർആൻ എന്നാ പറയുന്നത്. എന്നാ മംഗലാപുരത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറയല്ല. അല്ല, ആധുനിക ലോകത്തെ 21ാം നൂറ്റാണ്ടിലെ ഗവേഷണ സംഘം പറയല്ല. 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ പറയുകയാണ്. എന്ത്? വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ. അല്ലാഹുവിന്റെ വഹീ പ്രകാരം ഖുർആനിന്റെ ആയത്ത് ഓതി തരികയാണ്. ചന്ദ്രനിൽ പ്രകാശം തട്ടി പ്രതിഫലിപ്പിക്കുന്ന സംവിധാനം മാത്രമാണുള്ളത്. ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. എന്നാ സൂര്യനോ സ്വയം പ്രകാശിക്കുന്നു. അത് സിറാജാണ്, അത് സിറാജാണ്, കത്തുന്ന വിളക്കാണെന്ന് ഖുർആൻ. ചിന്തിക്കാൻ വകുപ്പുണ്ടോ? ഉണ്ട്. സൂര്യൻ സ്വയം കത്തുന്നതാണെന്ന് ഖുർആൻ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ലെന്ന് ഖുർആൻ. ചന്ദ്രൻ പ്രകാശത്തെ തട്ടി പ്രതിഫലിപ്പിക്കുകയാണെന്ന് ഖുർആൻ. ഇതൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന് ശാസ്ത്രം. ഖുർആനോ അത് ഓർബിറ്റലുകളുടെ നിശ്ചയിച്ച പാതയുടെ കറങ്ങുകയാണെന്ന് ഖുർആൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലേ? ഇനി ലോകം അവസാനിക്കുമെന്ന് ഖുർആൻ ഇഷ്ടം പോലെ തെളിവാ, ഇഷ്ടം പോലെ രേഖകളാ. അന്ന് ആ ദിവസം യൗമ യജഅലുൽ വിൽദാന ശീബ, കുട്ടികൾ വരെ നരച്ചു പോകുന്ന ദിവസമാണെന്ന് ഖുർആൻ. കുട്ടികളെ നരച്ചു പോകുന്ന ദിവസമാണ്. പോരാ, ഗർഭിണികൾ പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ ഉമ്മമാർ, മുലയൂട്ടുന്ന അമ്മമാർ കുഞ്ഞുങ്ങളെ അശ്രദ്ധരാക്കി വിട്ടുകളയുന്ന ദിവസമാണ്.
ജനങ്ങളൊക്കെ മത്ത് പിടിച്ചവരെ പോലെ, ആടിക്കളിക്കുന്ന ലഹരി പിടിച്ചവരെ പോലെ ആയിത്തീരുന്ന ദിവസമാണ്. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ ആദ്യ ഭാഗത്ത് തന്നെ അല്ലാഹ് പറഞ്ഞു. എന്താ പറഞ്ഞത്? മനുഷ്യരൊക്കെ ലഹരി പിടിച്ചവരെ പോലെ ആയിരിക്കും. എന്നാ അവരാരും മദ്യപിച്ചൊന്നുമല്ല, ലഹരി അടിച്ചതല്ല. അള്ളാന്റെ ശിക്ഷ അതികഠിനമാണ്. അന്ന് വൈദൽ ബിഹാറു ഫുജിറത്, ആ സമുദ്രം പൊട്ടി പുറത്തേക്ക് ഒഴുകും. വൈദൽ ബിഹാറു സുജിറത്, ആ സമുദ്രം ആളിക്കത്തും. അല്ലേ? വൈദൻ നുജൂമുൻ കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീടും. ഇദ ശംസു കുവ്വിറത്, സുബ്ഹാനല്ലാഹ്, എല്ലാം പറഞ്ഞു അല്ലാഹ്. എന്തേ? ഇതിലേതെങ്കിലും ഒന്ന് ആധുനിക ശാസ്ത്രം നിഷേധിക്കുന്നുണ്ടോ? ഇന്ന് ശാസ്ത്രം പറഞ്ഞു ലോകം അവസാനിക്കുന്നു. ഇന്ന് ശാസ്ത്രം പറഞ്ഞു വെള്ളം കത്തുമെന്ന്. ഇന്ന് ശാസ്ത്രം പറഞ്ഞു കടൽ പൊട്ടി പുറത്തേക്ക് ഒഴുകുമെന്ന്. ഇന്ന് ശാസ്ത്രം പറഞ്ഞു ഒന്നിച്ചിൽ ഈ വെള്ളം മുഴുവനും കരയിലേക്ക് വരുന്ന ദിവസത്തിലേക്കുള്ള സൂചനയാണ് സുനാമി എന്ന് നബി പറഞ്ഞു. അന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് തക്സുറുസ് സലാസീൽ, പ്രകമ്പനങ്ങൾ കൂടിക്കൂടി വരിക എന്നത് ലോകം ഒന്നിച്ചു കുലുങ്ങാനുള്ളതിലേക്കുള്ള സൂചനയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എവിടെത്തി? അപ്പൊ ലോകം എവിടെത്തി സുഹൃത്തുക്കളെ? ചിന്തിച്ചോ, ആലോചിച്ചോ? ഖുർആൻ പറഞ്ഞ ഒരു വാക്കും ഇല്ല. സമുദ്രം എന്ന് പറഞ്ഞ ഭൂമിയുടെ 71-73% അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരി, ആ 73% വരുന്ന സമുദ്രം മുഴുവനും ഉപ്പുള്ളതാക്കാൻ അള്ളാഹ്ക്ക് ഒരു പ്രശ്നമല്ല. കടലിലെ വെള്ളമൊക്കെ ഉപ്പുള്ളതാ. എന്നാൽ അള്ളാഹ് പറഞ്ഞു മറജൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അല്ലാഹ് രണ്ടും കൂടിക്കലരാതിരിക്കാൻ ഒരു മറയിട്ടിട്ടുണ്ട്. നമ്മൾ പോയി തപ്പിയാൽ കാണുകയില്ല, നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല. പക്ഷെ ഞാനൊരു മറയിട്ടിട്ടുണ്ടെന്ന് അല്ലാഹ്. കടപ്പുറത്തിന്റെ 50 മീറ്റർ ഇപ്പുറത്ത് താമസിക്കുന്നവൻ കിണർ കുഴിച്ചാൽ ഉപ്പില്ലാത്ത വെള്ളം, കടൽ മുഴുവൻ ഉപ്പ്. ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കുമ്പോ കിണറിന്റെ ഇത്ര മീറ്റർ അപ്പുറത്ത് വേണം അല്ലേ? ആര് പറയാ? മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയാ. എന്നാൽ 50 മീറ്റർ അപ്പുറത്ത് ഒരു ചെറിയ സ്ഥലമല്ല, വിശാലമായി കിടക്കുന്ന, കണ്ണെത്താ ദൂരമായി കിടക്കുന്ന കടൽ. 50 മീറ്റർ ഇപ്പുറത്ത് കുഴിച്ച കിണറിൽ ഉപ്പില്ലാത്ത വെള്ളം ആര് കൊടുത്തു? അതേ അല്ലാഹ് എല്ലാ വെള്ളവും ഉപ്പുള്ളതാക്കിക്കൂടെ? അല്ലാഹ് പറഞ്ഞു ഞാന് സമുദ്രത്തിൽ തന്നെ 2 തരം വെള്ളം വെച്ചിട്ടുണ്ട്. ഒന്ന് കലരാത്ത വെള്ളമാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. സുബ്ഹാനല്ലാഹ്, ദി മിറാക്കിൾ. അത്ഭുതമാണ് ഖുർആൻ കേട്ടോ. ഖുർആന്റെ വാക്ക് അത്ഭുതമാണ്, അക്ഷരം അത്ഭുതമാണ്. അതുകൊണ്ട് ലോകത്തിലെ ഒരു ഗ്രന്ഥം വായിച്ചാലും വെറുതെ കൂലി കിട്ടുകയില്ല. അലിഫ് ലാം മീം, നബി പറയാണ് അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അലിഫിന് വേറെ കൂലി, ലാമിന് വേറെ കൂലി, മീമിന് വേറെ കൂലി, വേറെ വേറെ പ്രതിഫലം. ഒരാൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ കൂലി, ഒരാൾ ഖുർആൻ വായിക്കുന്നത് പോയി ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ കൂലി. അറിയോ? ഹൃദയത്തിലുള്ള ഖുർആൻ ഒന്ന് എടുത്ത് ഓതിയാൽ കൂലി, ഖുർആൻ ഓതാൻ തീരുമാനിക്കുമ്പോൾ കൂലി. ഒരാൾ ഓതുന്നത് ആസ്വാദകരമായി കേട്ടിരുന്നാൽ എനിക്ക് പ്രതിഫലം, ഓതുന്നാക്ക് വേറെ പ്രതിഫലം. ഇങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഏതുണ്ട് സുഹൃത്തുക്കളെ? എന്തുകൊണ്ട് ഇത്ര പ്രത്യേകത ഈ ഖുർആനിന് കൊടുത്തു? ഇത് മനുഷ്യലോകത്തിന്റെ മുമ്പിൽ ലോകം അവസാനിക്കുന്നത് വരെ ഒരാൾക്കും പിച്ചി ചീന്താൻ കഴിയാത്ത, ഒരാൾക്കും തകർത്തെറിയാൻ കഴിയാത്ത, ഒരു പ്രതികൂല സാഹചര്യങ്ങളെ കൊണ്ടും മറികടക്കാൻ കഴിയാത്ത, ലോകത്ത് നിലനിൽക്കുന്ന, ലോകം അവസാനിക്കുന്നത് വരെ നിലനിൽക്കുന്ന, മനുഷ്യരുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ ലോകരക്ഷിതാവായ അള്ളാഹു സംവിധാനം ഏർപ്പെടുത്തിയ അവന്റെ സംസാരമാണ് ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച് പഠിക്കണേ എന്ന ആഹ്വാനമാണ് എനിക്ക് നിങ്ങളോട് നടത്താനുള്ളത്. എന്നും ദഅവത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കേരളത്തിൽ, ഇന്നിവിടെ, നാളെ വീണ്ടും കേരളത്തിൽ തന്നെ പ്രസംഗിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എന്നെ പോലെയുള്ള ആളുകൾക്ക് പതുക്കെ സംസാരിക്കാൻ അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ സുഹൃത്തുക്കളെ, ഞങ്ങളെപ്പോലെയുള്ളവരെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ലോകരക്ഷിതാവായ അള്ളാഹു നമുക്കൊക്കെ നല്ല പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നാട്ടിൽ
സുഹൃത്തുക്കളെ എത്ര പ്രബോധകന്മാരുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എവിടെ ചെന്നാലും ഖലീൽ തലപ്പാടി അല്ലേ, കുറച്ച് ആളുകൾ, ഒരു 5 ആള് അല്ലെങ്കിൽ 10 ആള്, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് പ്രസംഗിക്കാനുള്ളത് ആളുകൾ ഉണ്ടാവണം. അതിനെന്താ ചെയ്യാ? ഇനി 2 മിനിറ്റുകൾ എല്ലാവരും സീറ്റിൽ നിന്ന് ഇളകരുത്. ഞാൻ പറഞ്ഞ ഗൗരവമുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ കുറെ പള്ളിയുണ്ട്. ആരാ ഖുതുബ പറയാ? സുഹൃത്തുക്കളെ, കുറെ പള്ളിയുണ്ട്. ആരാണ് ഖുതുബ പറയാ? ആരാ? എല്ലാവർക്കും നല്ല ഖുതുബ വേണം, വേണ്ടേ? എല്ലാവരും ഖുതുബക്ക് മാർക്കിടുന്ന ആളുകളാ. ഇന്നത്തെ ഖുതുബ പോരാതെ. എന്നാ കഴിഞ്ഞ ആഴ്ചത്തെ കേട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ ഖുതുബ പോരാ. എന്നാ കഴിഞ്ഞ ആഴ്ചത്തെ ഔഷാറായിരുന്നു, അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയോ? അതൊന്നുമില്ല. അപ്പൊ നമ്മൾ മാർക്കിടുന്ന ആളുകളാ. എല്ലാവർക്കും നല്ല ഖുതുബ. ഈ മഹലിൽ എത്ര ആളുണ്ട് സലഫികളായിട്ട്? 100 കുടുംബം, 50 കുടുംബം. എന്നിട്ട് ആ 50 കുടുംബത്തിൽ 2 മക്കളെ കൂട്ടിയാൽ 100 കുട്ടികളായി. SLC കഴിഞ്ഞ 100 കുട്ടികൾ. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു കുട്ടിയെ കൂട്ടിയാൽ 100 വീടുണ്ടെങ്കിൽ 100 കുട്ടികളായി. എന്നിട്ട് അവർ ഡിഗ്രിക്ക് പഠിക്കണ്ടേ? അല്ലേ? ശ്രദ്ധിക്കണം, എന്റെ വാക്ക് ശ്രദ്ധിക്കണം എല്ലാരും. 100 കുട്ടികളുള്ള ഒരു മഹലില് അവരൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്നവരാ. +1 +2 പഠിക്കുന്നവരാണ്, ഡിഗ്രിക്ക് പഠിക്കുന്നവരാ. അതിൽ ആ മഹലിൽ 4 രക്ഷിതാവിന് തോന്നിയിട്ടില്ല എന്റെ കുട്ടി ഖുർആനും സുന്നത്തൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് ദീന് പറഞ്ഞു തരുന്ന ഒരാളാവട്ടെ. സെക്രട്ടറിക്ക് നല്ല ഖുതുബ വേണം. സെക്രട്ടറിക്ക് 4 മക്കളുണ്ട്, ഒരാൾ പഠിപ്പിക്കാൻ സൗകര്യമില്ല. പ്രസിഡന്റിന് നല്ല ഖുതുബ വേണം, അല്ലേ? പ്രസിഡന്റിന് 3 കുട്ടികളുണ്ട്. ഞാൻ പറയുന്ന പ്രസിഡന്റിന് 3 കുട്ടികളുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഒരു ഉദാഹരണം പറയാം കേട്ടോ. ആ പ്രസിഡന്റിന് 3 മക്കളുണ്ട്, നല്ല ഖുതുബ വേണം. പക്ഷേ പ്രസിഡന്റിന്റെ മോനെ ദീന് പഠിക്കാൻ വിടാൻ സൗകര്യമില്ല. അപ്പോ നല്ല ഖുതുബ പറയണം. ആരാന്റെ മക്കള്? എന്റെ മക്കളല്ല. നല്ല ഇമാമ് നല്ല ഖിറാഅത്ത് കേൾക്കണം. ആര്? എന്റെ കുട്ടികളല്ല, വേറെ ആരോ മക്കള്. ഇതിൽ നിന്ന് മാറി ചിന്തിക്കണം നമ്മളൊക്കെ. എന്നിട്ട് ഈ നാട്ടിൽ പരിസര പ്രദേശത്ത് അള്ളാന്റെ ദീന് പഠിക്കുന്ന സംവിധാനമുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഏറ്റെടുക്കണം നിങ്ങൾ അതിന്. ഞാൻ മനസ്സിലാക്കണം, ഇവിടെ ഒരു കോളേജിൽ ഇവിടെ അൽബയാൻ അല്ലേ? അൽബയാൻ. ഞാൻ അൽബയാന്റെ പരസ്യം പറയാൻ വേണ്ടിയിട്ടൊന്നല്ല. നിങ്ങൾ അൽബയാനിലോ ജാമ്യാലിന്ദിലോ എവിടെങ്കിലും പോയിട്ട് നമ്മുടെ മക്കളിൽ ഒരാളെ, കോടീശ്വരന്മാരായ ആളുകൾ, ലക്ഷപ്രഭുക്കന്മാർ, നിത്യജീവിതത്തിൽ ആയിരക്കണക്കിന് രൂപ വരുമാനമുള്ളവർ, പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ വരുമാനം കണ്ടെത്തുന്നവർ, കൂലിപ്പണിക്കാർ ഒക്കെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. പക്ഷേ പെട്ടെന്ന് കോടീശ്വരൻ മരിച്ചാലും ഈ സ്റ്റേജിൽ വീണ് കിടന്നാൽ അവന്റെ പേര് അഹമ്മദാണ്, മുഹമ്മദാണ് അല്ല, മയ്യത്താണ്. പേരെന്താ? മയ്യത്ത്. വലിയ പൈസക്കാരനായ അഹമ്മദ് മരിച്ചു, വലിയ പണക്കാരനായ മുഹമ്മദ് മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ പണക്കാരനായ അഹമ്മദ് നല്ല പറയാ, മയ്യത്ത്. ഒരു 4 മക്കളുണ്ട് അയാൾക്ക്. ആ 4 മക്കളോട് പറയണേ, മക്കളെ തങ്ങളെ കൂട്ടത്തിൽ ആരാ ഇമാമ് നിൽക്കുന്നത്? അത് വേണ്ട, അത് മൗലവി നിന്നോട്ടെ. എന്തേ? ആർക്കും അത്ര കണ്ട് പിടുത്തല്ല ദീന്. അറിയോ എന്ത് സമ്പാദിച്ചിട്ട് എന്താ സുഹൃത്തുക്കളെ കാര്യം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്രയോ പെൺകുട്ടികൾ ഈ സദസ്സിലുണ്ട്. ഉമ്മമാരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മോള്, ഒരു മോന് എനിക്കുണ്ടെന്ന ആത്മവിശ്വാസത്തിലേക്ക് എത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതായിരിക്കും ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത്. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ശ്രമിക്കണം എൻ്റെ രക്ഷിതാക്കളെ. നിങ്ങളെ നാട്ടിൽ കോളേജ് ഉണ്ടോ? പരിസരത്ത് കോളേജ് ഉണ്ടോ? അള്ളാന്റെ ദീന് പഠിക്കുന്ന, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, എന്നിട്ട് ഏത് ഡിഗ്രിയും പഠിച്ചോളട്ടെ, ഏത് ഡോക്ടറോ എഞ്ചിനീയറോ ഏത് ബിരുദാനന്ദ ബിരുദം നേടിക്കൊള്ളട്ടെ, ദീന് ഒരു ബേസിക്കലായ ദീനി വിജ്ഞാനം അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ എങ്ങോട്ടും പറഞ്ഞയച്ചോ അത് കൊടുക്കാൻ. രക്ഷിതാക്കളെ, നിങ്ങൾ ജാഗ്രത കാണിക്കണം. ഞാൻ ആത്മാർത്ഥമായി പറയാണ്. കാരണം പല സ്ഥലത്തും നമുക്ക് ദഅവത്ത് നടക്കണം, ആളില്ല. പല പള്ളികളിലും നല്ല ഖത്തീബുമാരെ കിട്ടാനില്ല. ഒരു പള്ളിയിലും കർണാടകക്കാര് ഇമാമ് കുറവ്, കേരളത്തിൽ കേരളക്കാര് ഇമാമ് കുറവ്, പിന്നെ ബംഗാളിയും ബീഹാരിയും ഒക്കെയാണ്. അല്ലേ? സത്യല്ലേ? അല്ലേ? ഈ അവസ്ഥയിൽ നമ്മൾ മാറണം. എന്റെ കുട്ടി ദീന് പഠിക്കുന്ന കുട്ടിയാവണം. ഇവിടെ കർണാടക ഭാഷയിലുള്ള ഖുർആന്റെ പരിഭാഷ ഉണ്ട്. എത്ര വീട്ടിലുണ്ട്? ഞാൻ കേരളത്തിൽ ചോദിക്കാറുണ്ട്. ഖുർആൻ സംസാരിക്കുന്ന ഒരു വേദി അത്. ഒരു 350 രൂപ 400 രൂപ കൊടുത്താൽ ഒരു ഖുർആന്റെ പരിഭാഷ മലയാളത്തിൽ കിട്ടും. പറപ്പൂര് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരൊക്കെ എഴുതിയ ഖുർആന്റെ പരിഭാഷ. അതില്ലാത്ത വീടുണ്ട്. വലിയ സലഫികളായി അറിയപ്പെടുന്ന ആളുകളുടെ വീട്ടില്. ഞാൻ വെറുതെ പറയല്ല,
എല്ലാറ്റിനും നമ്മുടെ കയ്യിൽ കാശുണ്ട്. പാത്രം ഒന്ന് കളർ മങ്ങിയപ്പോൾ മാറ്റിയെടുക്കാൻ പണമുണ്ട്. റെഫ്രിജറേറ്റർ കേട് വന്നപ്പോ മാറ്റിയെടുക്കാൻ പണമുണ്ട്. ഇല്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ? ഉണ്ട്. ടിവിയുടെ കളർ ഒന്ന് സെന്ററിൽ ഒരു ലൈന് വന്നപ്പോ അത് മാറ്റിയെടുക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ട്. ഉണ്ടല്ലോ. ബൈക്കിന് കംപ്ലൈന്റ് വന്നപ്പോ മാറ്റിയെടുക്കാൻ കാശുണ്ട്. ഉണ്ട്. പക്ഷേ അള്ളാന്റെ ഖുർആന്റെ പരിഭാഷ, ഖുർആനിന്റെ തഫ്സീർ 1000, 2000, 500, 300 കൊടുത്ത് വാങ്ങാൻ പറഞ്ഞാൽ ആളുകൾ പറയാണ് ക്ഷീടാണ്, ഇപ്പൊ കച്ചവടം നടക്കണില്ല, 500 രൂപന്റെ ഖുർആൻ പരിഭാഷ വാങ്ങാനേ. അല്ലേ? എനിക്കിതിൽ കമ്മീഷനൊന്നും ഇല്ല കേട്ടോ. എന്തിനാ ഇത് പറയണത്? മനുഷ്യലോകം ശരിക്ക് ചിന്തിക്കണം. ആവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണ് എന്നൊക്കെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അത് കഴിയാത്തൊരു ലോകത്തിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. എല്ലാം കുട്ടി പറയാണ് ഞങ്ങള് വലിയൊരു പരീക്ഷ വരുന്നുണ്ട്, അപ്പൊ ഒരു വലിയ പുസ്തകം വാങ്ങണം, വലിയ വിജ്ഞാനത്തിന്റെ, അറിവിന്റെ, ജ്ഞാനത്തിന്റെ വലിയ ഒരു നോളജ് നൽകുന്ന ഒരു ഗ്രന്ഥമുണ്ട്. 3000 രൂപയാണ് വില എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് പൈസ കൊടുക്കാൻ റെഡിയാണ്. അവളെ PSCക്ക് റെഡിയാക്കാൻ, അവനെ PSCക്ക് റെഡിയാക്കാൻ റെഡിയാണ്. അവന് ട്യൂഷൻ ഏർപ്പാടാക്കാൻ റെഡിയാണ്. അള്ളാന്റെ ഖുർആന് വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ എന്റെ മോക്ക് മദ്രസയിൽ പോകാൻ സൗകര്യം കിട്ടിയിട്ടില്ല, എന്റെ മോന് മദ്രസയിൽ പോകാൻ സൗകര്യം കിട്ടിയിട്ടില്ല. ഖുർആന് തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിപ്പിക്കാൻ, അർത്ഥം പഠിപ്പിക്കാൻ ഒരാളെ വെച്ചിട്ട്, ഒരു പെൺകുട്ടിക്ക് ഒരു ലേഡി സ്റ്റാഫിനെ വെച്ചിട്ട് ഒന്ന് പഠിപ്പിക്കാൻ 1000 രൂപ ചെലവഴിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കണില്ല. അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള അകൽച്ച അല്ലേ? ഈ ഖുർആനിനെ അകന്ന കോണിലേക്ക് ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ കുടിസതയുള്ള ജീവിതം അവന് നാം കൊടുക്കുമെന്ന് അള്ളാഹ് പ്രഖ്യാപിച്ചതാ. മാറ്റണ്ടാവില്ല. അവിടെ രക്ഷിതാക്കളെ, ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. നന്നായി ശ്രദ്ധിച്ചോളി. നമ്മുടെ മക്കൾ ലോകം മാറുകയാണ്. മൊബൈലില്ലാത്ത കുട്ടികളില്ല കേട്ടോ. ചാറ്റിങ്ങും ചീറ്റിങ്ങും നടക്കാത്ത വീടില്ല. ഇല്ല. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഉപയോഗിക്കാത്ത മക്കളില്ല. വാപ്പാരൊക്കെ ക്രെഡിറ്റ് ആയിട്ട് പറയാണ് എന്റെ ഫോൺ എനിക്ക് തന്നെ ശരിക്കും ഉപയോഗിക്കാറില്ല, എന്റെ മോന് 3ാം ക്ലാസ്സിലാ, അവന് എല്ലാ ABCD അറിയുന്നു. രക്ഷിതാക്കൾ പറയാണ് എന്റെ മോന് വലിയ അഭിമാനമായിട്ട് പറയാ കേട്ടോ. ഈ മൊബൈലൊക്കെ ഒരു പ്രാവശ്യം ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്താലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ആ ഫോട്ടോ ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഉമ്മാന്റെ ഫോട്ടോ, മാപ്പാന്റെ ഫോട്ടോ, അടുക്കളത്തെ ഫോട്ടോ, എല്ലാ ഫോട്ടോ എടുക്കുകയാണ്. ഇതൊക്കെ നോക്കിയിട്ട് മോശമായി പോയി ഡിലീറ്റ് ചെയ്യാണ്. അതൊന്നും പോകുന്നില്ല. അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ലോകം മാറുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് മക്കളെ വളർത്താൻ, ഉത്ബോധനം കൊടുക്കാൻ ഇല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ 18 വയസ്സുകാരിയായ ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മോളെ നിങ്ങൾ ഈ കർണാടക കോടതിയുടെ വരാന്തയിൽ ചെന്ന് നിന്ന് ജഡ്ജിയുടെ മുമ്പിൽ കൈനീട്ടി എന്റെ മോളെ കാമുകന്റെ കൂടെ വിട്ടുകൊടുക്കാതെ എനിക്ക് വിട്ടുതരുമോ എന്ന് ചോദിക്കേണ്ട യാചനയുടെ അവസ്ഥയിലേക്ക് എത്തേണ്ട ദുർഗതി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തിച്ചോളൂ. ഞാൻ വെറുതെ പറയല്ല, ലോകം അങ്ങനെയാണ് നടക്കണമെന്ന്. ലോകം അങ്ങനെയാണ്. വാപ്പിമ്മയും പോവുക 18 വയസ്സാകുമ്പോ. കേരളത്തിൽ പല രക്ഷിതാക്കളും പോയി. എന്തിന്? കോടതി പോവുക. 18 വയസ്സ് മോക്ക് തികഞ്ഞെന്ന് മോളെ കാണാനല്ല. എവിടെയാ മോള്? കോടതിയിൽ. അച്ഛൻ വാപ്പിമ്മയും പോയി നിൽക്കുക. കോടതിയിൽ പറയാണ് ഞങ്ങളെ മോളെ ഞങ്ങൾക്ക് തരുമോന്ന്. അപ്പൊ കോടതി മോളോട് ചോദിക്കുക പാപ്പാന്റെ കൂടെ പോ റെഡി ഉണ്ടോ? ഇല്ല. ഉമ്മാന്റെ കൂടെ പോ റെഡി ഉണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ പരിചയപ്പെട്ട ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനം പറഞ്ഞ കാമുകന്റെ കൂടെ പോവാണ്. ഓ മതി. കാരണം അവളെ മറുപടി എന്താ അറിയോ? എനിക്ക് ഇന്ന് വരെ ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ വാക്ക് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. കാമുകന്റെ വാക്ക് പറയാൻ പറ്റുമോ? വാപ്പാക്ക് പറ്റുമോ? കാമുകൻ സംസാരിക്കണവർക്ക് സംസാരിക്കാൻ പറ്റുമോ? ഉമ്മാക്ക് കാമുകൻ സംസാരിക്കണ പോലെ സംസാരിക്കാൻ പറ്റുമോ ബ്രദറിന്? എന്നിട്ട് ഈ വിഡ്ഢി പറയാണ് കോടതിയിൽ നിന്ന് എനിക്ക് ഇത്ര സ്നേഹമുള്ള ഒരു വാക്ക് എന്നോട് ആരും സംസാരിച്ചിട്ടില്ല അല്ലേ? എന്നിട്ട് കോടതിയുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി നിൽക്കുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ മോളെ തിരിച്ചു കിട്ടാൻ ദീനിന്റെ കുറവ് സംഭവിക്കുന്നുണ്ടോ? എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നതെന്ന് ശരിക്കും പഠിച്ചോളി എല്ലാവരും. ഇല്ലെങ്കിൽ നാളെ വേദനിക്കേണ്ടി വരും, കൈ കടിക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്കും നമുക്കും തന്ന ഹിദായത്ത് അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ പ്രായപൂർത്തിയെത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരിക്കലും അള്ളാഹുവെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു സന്ദർഭവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യല്ലേ അള്ളാഹ്. കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവെ, ലോകത്ത് എത്രയോ ഉമ്മമാർ, ഉപ്പമാർ, അവർക്കൊക്കെ നീ ആശ്വാസം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ഒരു നേരത്തെ ഉറക്കം പോലും മര്യാദക്ക് ലഭിക്കാത്ത ആളുകൾ, പാവങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. അവർക്ക് നീ സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യണേ അല്ലാ.
അള്ളാഹുവേ ജനിച്ച മണ്ണിൽ നിൽക്കാനാവാതെ അഭയം കിട്ടുമെന്ന് വിചാരിച്ച അഭയാർത്ഥികളായി പോകുന്ന പാവപ്പെട്ട അഹ്മദും മുഹമ്മദും നഫീസയും മൈമൂനയും ഫാത്തിമയും ആയിഷയും ഒക്കെ ലോകത്ത് വാർത്തകളിൽ ഞങ്ങൾ കാണുന്നു. റബ്ബേ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ല, സമാധാനം കൊടുക്കണേ അല്ല. കപ്പലിൽ പോകുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ഉമ്മയുടെ വാർത്ത ഞാൻ ഫേസ്ബുക്കിൽ വെച്ച് വായിക്കുകയാണ്. വേദനയോടുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആ ഉമ്മയുടെ കയ്യിൽ വെച്ച കുട്ടി ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ വേദനിച്ച് മരിക്കുകയാണ്. ആ കുട്ടിയുടെ മുഖത്തേക്ക്, കുട്ടിയുടെ ശരീരത്തിലേക്ക് ആ മാതാവിന്റെ കണ്ണുനീർ, ശരീരം ഒട്ടി ഉണങ്ങിയ ഉമ്മയുടെ കണ്ണുനീർ, ശരീരത്തിന്റെ നീര് ഒലിച്ചൊലിച്ചിറങ്ങുകയാണ്. ആ കപ്പലിലെ അവരുടെ കൂട്ടത്തിലെ മൂപ്പനോട്, പ്രായമുള്ള ആളോട്, കാരണവന്മാരോട് ഈ ഉമ്മ ചോദിക്കുന്നു, നമ്മൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, കപ്പലിൽ പോവുകയാണ്, ഒരു സ്ഥലത്ത് പോയി നമുക്ക് അഭയം കിട്ടിയില്ല, വീണ്ടും നമ്മൾ മറ്റൊരു സ്ഥലം ലക്ഷ്യം വെച്ച് പോവുകയാണ്, എവിടെ എത്തുമെന്നറിയില്ല. ഈ മയ്യത്ത് എന്റെ പൊന്നാര മോനെ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണോ? കൂട്ടത്തിൽ ഒരാൾ പറയാ, നമുക്ക് ഇനി കര കിട്ടുമെന്ന് ഉറപ്പില്ല, നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കര കിട്ടുമെന്ന് ഉറപ്പില്ല. ഫേസ്ബുക്കിൽ വന്നതാണ്, വാസ്തവമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ കൂട്ടത്തിൽ മുതിർന്ന ആൾ പറയുന്നു, ഒന്നും ചിന്തിക്കേണ്ട, ബിസ്മില്ലാ എന്ന് ചൊല്ലി കടലിലേക്ക് ഇട്ടോളൂ. അല്ലേ, മടിത്തട്ടിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച കുട്ടിയുടെ ബോഡി മണിക്കൂറുകളോളം കയ്യിൽ വെച്ചിട്ട് രക്ഷയില്ലാതെ കണ്ണു മുറുക്കി ചിമ്മി അതേ കപ്പലിൽ നിന്ന് കളയേണ്ടി വരുന്ന വേദനിക്കുന്ന ഉമ്മമാരുടെ, വേദനിക്കുന്ന ഉപ്പമാരുടെ, വേദനിക്കുന്ന ദമ്പതിമാരുടെ കണ്ണീരാൽ കുതിർന്ന അതേ നൊമ്പരപ്പെട്ട ഹൃദയത്തിന്റെ വാക്കുകൾ ആകാശത്തിലേക്ക് കാർമേഘങ്ങളെ മുറിച്ചു കടന്ന് പോകുന്നുണ്ട്. എല്ലാം കേൾക്കുന്ന റബ്ബ് നമ്രൂദിനെ, ഫറോവമാരെ, ഖാറൂൻമാരെ നിലക്ക് നിർത്തേണ്ട സമയത്ത് നിലക്ക് നിർത്തിയ ലോകത്തിന്റെ രക്ഷിതാവിന് മരണമില്ലാത്തവനാണ്. ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കൽ മരണമില്ലാത്തവനാണ്. അവനെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും സമാധാനം കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. ഈ സദസ്സിൽ തന്നെ പലരും എഴുതി തന്നിട്ടുണ്ട്. കിഡ്നി പേഷ്യന്റുകളായ ആളുകളുണ്ട്. സഹോദരന്റെ കുട്ടിക്ക് വേണ്ടി, അതുപോലെ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ പലർക്കും പല അസുഖങ്ങളുമുണ്ട്. കിഡ്നിക്ക് അസുഖം വന്ന രക്ഷിതാക്കളുണ്ട്, മക്കളുണ്ട്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവരുണ്ട്, ക്യാൻസർ സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ, ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരൊക്കെ നിനക്കറിയാം. റബ്ബേ, അവിടൊക്കെ സദുദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ നീ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞാലും രോഗിയെ കാണാൻ പോകുമ്പോൾ ഞങ്ങളോട് പറയാൻ പറഞ്ഞത് ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരല്ല, ഇതെല്ലാം സുഖപ്പെടുമെന്ന് പറയാനല്ലേ നീ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് റബ്ബേ, അത് കളവാകുമെന്ന് ഞങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്നല്ലേ നബി പഠിപ്പിച്ചത്. അതുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവേ, നീ വിചാരിച്ചാൽ ഡോക്ടർമാർ വിധി എഴുതിയത് മാറ്റിമറിച്ച് കാലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് കഴിയും. നീ സർവശക്തനാണ് അല്ലാഹുവേ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മക്കൾക്ക് നീ രോഗശമനം കൊടുക്കണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മക്കളുടെ വേദന കണ്ട് വേദനിച്ചു പോകുന്ന മാതാപിതാക്കൾക്ക് നീ ആശ്വാസം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റബ്ബേ, കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും പ്രവേശിച്ച് അല്ലാഹുവേ തീരാ നഷ്ടം സംഭവിച്ചു നിൽക്കുന്ന ആളുകൾ, ലാഭങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, രണ്ട് പരീക്ഷണത്തിലും ഞങ്ങൾക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രായപൂർത്തിയെത്തി ഞങ്ങളുടെ മക്കൾക്ക് റബ്ബേ സ്വാലിഹീങ്ങളായ പുരുഷന്മാരിൽ നിന്ന്, ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് സ്വാലിഹത്തായ പെൺകുട്ടികളിൽ നിന്ന് വിവാഹാലോചനകൾ കൊണ്ടുവന്ന് തന്ന് ലോകത്തിന്റെ രക്ഷിതാവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല ദാമ്പത്യ ജീവിതം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു നോർമലായ സാധാരണ മരണം വരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, രാഷ്ട്രീയ നേതാക്കന്മാർ, സിനിമാ രംഗത്തെ നേതാക്കന്മാർ, അറിയപ്പെട്ട വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ നാടിന്റെ പരിസരത്ത് വരുമ്പോ തിക്കും തിരക്കും കൂട്ടി ആളുകൾക്ക് നിൽക്കാനാവാത്ത വിധത്തിൽ അവരെ കാണാനെത്തുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോ ലോകത്തിന്റെ രക്ഷിതാവേ, ഈ ആകാശ സംവിധാനങ്ങളെ മുഴുവനും ഒരുക്കിയ റബ്ബേ, 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ വലുപ്പമുള്ള സൂര്യനെ സംവിധാനിച്ച അല്ലാ, നിന്നെ കണ്ണു നിറയെ കാണുന്ന സ്വർഗത്തെ കുറിച്ച് മുത്ത് റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, കണ്ണു നിറയെ നിന്നെ നോക്കി നിൽക്കാൻ, ആസ്വദിച്ച് കാണാൻ
മഹാഭാഗ്യം ലഭിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഹൗദുൽ കൗസറിൽ നിന്ന് മുത്തറസൂലിന്റെ തിരുകരങ്ങളാൽ ആ വെള്ളം കോരിക്കൊടുക്കുമ്പോ അത് വാങ്ങി കുടിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ഉള്ളാളിന്റെ പരിസര പ്രദേശത്ത് തൗഹീദിന്റെ വെളിച്ചം ഇന്നും ഹൃദയത്തിൽ എത്താത്ത ആളുകളിലേക്ക് റബ്ബേ ഈ കൊച്ചു സലഫി കൂട്ടായ്മയിൽ കർണാടക ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന തൗഹീദിന്റെ വക്താക്കളുടെ സംസാരങ്ങളാൽ, പ്രവൃത്തികളാൽ, കൊച്ചു പുസ്തകങ്ങളാൽ, അവിടെ ലഘുലേഖകളാൽ, അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാരുടെ സംസാരങ്ങളാൽ ഈ നാടിന്റെ പരിസരത്ത് ശിർക്കിന്റെ പടുഗർത്തങ്ങളിൽ വീണുപോയവരുടെ ഹൃദയത്തിലേക്ക് തൗഹീദിന്റെ വെളിച്ചം നീ ഇട്ടുകൊടുക്കണേ അല്ലാ. തൗഹീദിന്റെ വെളിച്ചം നൽകി ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ ഇന്നും വാശിയിൽ നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ ഹൃദയത്തെ നീ ആർദ്രതയുള്ള ഹൃദയമാക്കി മാറ്റി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിലും കർണാടകയിലും മലയാളികൾ അല്ലെങ്കിൽ മലയാളം മനസ്സിലാകുന്ന കർണാടക ഭാഷയിൽ അവിടെ സംസാരങ്ങൾ നടത്തുന്ന, അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ അല്ലാഹുവേ പല സ്ഥലങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക ഭദ്രതയും കെട്ടുറപ്പും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ തന്റെ ജീവൻ പോലും ഒരിക്കലും വിലവെക്കാതെ അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ നേതാവ് UAE പൗരൻ അവിടുത്തെ വിമാന ദുരന്തത്തിലെ അവസാനത്തെ മനുഷ്യനെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ലോകത്തുനിന്ന് വിട പറയുന്ന ചിത്രം ലോകം അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടത്. അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ആ ബാധ്യത നിർവഹണമാണ് ലോകത്തോട് നിർവഹിക്കുന്നത് എന്ന് അല്ലാഹുവേ ഞങ്ങളുടെ നിസ്വാർത്ഥത നീ ബോധ്യപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാരുടെ, ജേഷ്ഠാനികന്മാരുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇത്രയും വലിയ ഒരു പ്രദർശനം ഒരുക്കാൻ സാമ്പത്തികമായി സഹായിച്ച, മാനസികമായി സഹായിച്ച, ശാരീരികമായി സഹായിച്ച എല്ലാവർക്കും നീ അതിൻ്റെതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഈ നടത്തിപ്പിന് വേണ്ടി ബോക്സ് നിങ്ങളുടെ മുന്നിൽ വന്നപ്പോ അതിലേക്ക് പണം നിക്ഷേപിച്ച് സഹായിച്ച അല്ലാഹു നിങ്ങളുടെ സദുദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുഹൃത്തുക്കളെ, എല്ലാ ദി മിറാക്കിൾ എന്ന പ്രോഗ്രാമിന് ഞാൻ വരാറുണ്ട്. ഇവിടെ അല്ലാത്ത പരിപാടികൾക്കും വരാറുണ്ട്. എടക്കരയിലെ സ്ഥാപനത്തെ അറിയുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകാൻ വേണ്ടി വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം പരിചയപ്പെടുത്തിയ ഹാൻഡിക്യാപ്ഡ്, ഓട്ടിസം, മെന്റലി റിട്ടാർഡഡ് ആയ അന്ന് 20 ചില്ലാൻ കുട്ടികളുണ്ടായിരുന്നത്. ഇപ്പോൾ 53 കുട്ടികളെ നമ്മൾ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവാം. ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ പഠനം എല്ലാം ഫുൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. റബ്ബിന്റെ അനുഗ്രഹത്താൽ ഏകദേശം ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം രൂപ അവർക്ക് വേണ്ടി മാത്രം കണ്ടെത്തണം. അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫീ നമ്മൾ വാങ്ങാറില്ല. 46 കുട്ടികൾ ഹിഫ്ളിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 24-25 ജുസ് 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കി. വരും 5-6 മാസത്തിനുള്ളിൽ കുറെ കുട്ടികൾ ഹാഫിളുകളായി അവിടുന്ന് ഇറങ്ങുകയാണ്. ആ കാര്യത്തിലും നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണം. ഈ വിഷയത്തിൽ സഹായിക്കാനും സഹകരിക്കാനും താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.